ദൈവമേ, ഞാൻ നിനക്ക് എങ്ങനെ നന്ദി പറയും? അനുഗ്രഹത്തിൻ്റെ വലിയ ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ, അതിൻ്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ, നാഥ, ഞങ്ങൾ എങ്ങനെ നിനക്ക് നന്ദി പറയാതിരിക്കും? നീ തന്ന നന്മകൾക്കും നീ തന്ന അനുഭവങ്ങൾക്കും നീ കൂടെ നിന്നതിനും ഈശോയെ, ദിവ്യ സ്നേഹമേ, ഞങ്ങൾ ഒന്ന് ചേർന്ന് ഈ മണിക്കൂറിൽ അങ്ങേ ആരാധിച്ച് നന്ദി പറയാൻ ഒരുങ്ങുന്നു. ഈശോയെ, ഞങ്ങളെ കാണണമേ. അങ്ങേ കാണാൻ ഞങ്ങളുടെ കണ്ണുകൾ അഭിഷേകം ചെയ്യണമേ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2025 നമ്മൾ പൂർത്തിയാക്കുമ്പോൾ എങ്ങനെ നമ്മൾ ഈശോയ്ക്ക് നന്ദി പറയാതിരിക്കും? സന്തോഷത്തിൻ്റെ ഒരുപാട് ദിവസങ്ങൾ, സങ്കടത്തിൻ്റെ ചില ഓർമ്മകൾ, എങ്ങനെയൊക്കെ കണക്ക് കൂട്ടിയാലും കഴിച്ചാലും ഈശോയുടെ മുമ്പിൽ നമ്മൾ ഇന്ന് ഈ രാത്രിയിൽ ഈ മണിക്കൂറുകളിൽ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പറയാനുള്ളത് വലിയ നന്ദിയുടെ ഒരു ഘോഷയാത്ര തന്നെയാണ്. 365ഓളം ദിവസങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നുപോയത്. 12 മാസങ്ങൾ കർത്താവ് ഇങ്ങനെ നമ്മളെ കൂടെ നിന്ന് നയിച്ചു. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. 84-ാമത്തെ സങ്കീർത്തനത്തിൽ ഇങ്ങനെ നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നുണ്ട്, സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്രയോ മനോഹരം. അങ്ങയുടെ അങ്കണത്തിലെത്താൻ ഞാനിങ്ങനെ കൊതിച്ച് കാത്തിരിക്കുകയാണ്. ഈശോയിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും, ഈശോയെ സ്നേഹിക്കുന്ന ഒരാൾക്കും, അയാളുടെ ജീവിതത്തിൽ സങ്കടങ്ങളാവട്ടെ സന്തോഷങ്ങളാവട്ടെ, തീർച്ചയായിട്ടും ഇന്ന് ഈ രാത്രിയിൽ ഒരു വർഷം അവസാനിക്കുമ്പോൾ, പുതിയൊരു വർഷത്തിന്റെ ഒരു തുടക്കം കുറിക്കുമ്പോൾ, ഇന്ന് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം ഒന്നാണ് കർത്താവിൻ്റെ അടുത്തിരിക്കുക. നന്ദിയോടെ അവൻ ചെയ്ത എല്ലാ കാര്യങ്ങളെയും ഓർക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുവേണ്ടി കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തത് ഇന്ന് ഈ ഷാലോം ടിവിയിലൂടെ നമ്മൾ ഇന്ന് ഈ രാത്രിയിൽ ഈശോയെ കണ്ട് ആരാധിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് ഈശോ നമ്മളെ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലിരുന്ന്, പല ടൈം സോണുകളിലിരുന്ന് ചിലപ്പോൾ നമ്മൾ ഈ ആരാധന കൂടുകയായിരിക്കും. നമ്മുടെ മുറികളിൽ, നമ്മുടെ ലിവിംഗ് റൂമുകളിലോ, നമ്മുടെ ഓഫീസ് മുറികളിലോ, ഒരു മൊബൈൽ ഫോണിലോ ഒരു ഗാഡ്ജറ്റോ തുറന്നു വെച്ചിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മളിത് ഈ ആരാധനയിൽ പങ്കെടുക്കുക. ഒരുപക്ഷെ നമ്മുടെ വീടിന്റെ അകത്തളത്തിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും ഇത് കൂടുക. പക്ഷെ നന്ദിയോട് ഓർക്കേണ്ട വലിയൊരു കാര്യമാണ്, നമ്മൾ ഇന്ന് ഈ ആരാധന ഇവിടെ ശരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത് വലിയ അഭിഷേകം കർത്താവ് തന്ന, കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങിയ ഒരു സ്ഥലത്താണ്. തലശ്ശേരി അതിരൂപതയില് ഒരു കുഞ്ഞ് ഇടവക, വിളക്കന്നൂര്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ഒരു കഴിഞ്ഞ വർഷം, ഈ ഒരു വർഷം 2025 എത്രയോ തവണ മാധ്യമങ്ങളിലൂടെ കേട്ട് കാണും. ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ നേരിട്ട് വന്ന് ഈശോയുടെ ഈ വലിയ അടയാളം കണ്ട് അനുഗ്രഹം പ്രാപിച്ച് മടങ്ങിയിട്ടുണ്ട്. ഒരുപാട് മനുഷ്യർ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇന്ന് ശാലോം ടിവിയിലൂടെ നമ്മൾ ഈ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഇതാ ലോകം മുഴുവൻ ഇന്ന് ഒരു TV സ്ക്രീനിലൂടെ, ഒരു മൊബൈലിന്റെ സ്ക്രീനിലൂടെ ഈശോയെ കാണുന്നത്, ഈശോ തൻ്റെ തിരുമുഖം, വിശുദ്ധ കുർബാനയിൽ ഞാൻ സത്യമായും ജീവിക്കുന്ന ദൈവമാണെന്ന്, ഞാൻ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്ന ജീവിക്കുന്ന കർത്താവാണെന്ന്, നിങ്ങളുടെ സ്നേഹമാണെന്ന് ഒരിക്കൽ തെളിയിച്ചു തന്ന ഒരു അടയാളം, നല്ല വലിയ അഭിഷേകത്തോടെ സ്നേഹത്തോടെ കാണിച്ചു തന്ന ഒരു കുഞ്ഞ് ഇടവക ദേവാലയത്തിലാണ് നമ്മൾ ഇന്ന് ഈ രാത്രിയിൽ ആരാധിക്കുക. നമുക്ക് പ്രാർത്ഥിച്ചു വരിക. അവർണ്ണനീയമായ ദാനത്തിന് കർത്താവേ നിനക്ക് സ്തുതിയെന്ന് നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്ക് പാടാം. നമുക്ക് കരങ്ങൾ കുപ്പി പിടിക്കാം. ഈശോയുടെ സാന്നിധ്യത്തിന്റെ മുമ്പിലാണ് നമ്മൾ ഒരുങ്ങുക. ധൂപ പടലങ്ങൾ നമ്മൾ ഉയർത്തുമ്പോൾ നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാം. അടുത്ത കുറച്ച് മണിക്കൂർ നമ്മൾ ഇങ്ങനെ ഈശോയെ നിന്ന് നന്ദി പറയാൻ വേണ്ടി പോവാണ്, ഈശോയെ ആരാധിക്കാൻ വേണ്ടി പോവാണ്. കഴിഞ്ഞ വർഷം മുഴുവൻ ഓർത്തതാൽ എങ്ങനെ നന്ദി പറഞ്ഞു തീരുമെന്ന് പറഞ്ഞതുപോലെ ലെറ്റ്സ് സറണ്ടർ എവരിത്തിങ്. ഈശോയുടെ മുമ്പിലേക്ക് എല്ലാം കൊടുത്തുകൊണ്ട് നമുക്ക് ആരാധിക്കാം. കരങ്ങൾ കൊപ്പി പിടിച്ച് പ്രാർത്ഥന ഗാനത്തോട് ചേർന്ന് നമ്മൾ ഈശോയെ ആരാധിക്കാൻ വേണ്ടി ഒരുങ്ങാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അങ്ങേക്ക് ആരാധന എന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരോട് ചേർന്ന്, കുടുംബാംഗങ്ങളോട് ചേർന്ന് വളരെ സ്നേഹത്തോടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിളക്കന്നൂർ ഇടവകയിലെ ഈശോ തെരഞ്ഞെടുത്ത, ഈശോ അനുഗ്രഹിച്ച ഗായക സംഘത്തോട് ചേർന്ന് നമ്മൾ ഈ സമയം ഈശോയെ ആരാധിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. ദൈവമേ നിൻ
കരങ്ങൾ രണ്ടും ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. കണ്ണുകൾ തുറന്ന് ഈശോയെ തന്നെ നോക്കുക. എന്തൊരു വലിയ സ്നേഹമാണ് കർത്താവ് നമ്മളോട് കാണിച്ചത്. നമ്മുടെ ഇടവക ദേവാലയങ്ങളിലൊക്കെ നമ്മൾ ഇന്നും അർപ്പിച്ച പരിശുദ്ധ കുർബാനയിൽ നമ്മൾ സ്വീകരിച്ചപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വന്ന ഈശോയാണ്. നമ്മളെ കണ്ട, നമ്മളെ കേട്ട, നമ്മുടെ അടുത്തിരുന്ന, നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന നമ്മുടെ ഈശോയാണ്. ദിവ്യകാരുണ്യത്തിൻ്റെ ഈ വലിയ സാന്നിധ്യത്തിലേക്ക് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ വിളക്കനൊരു കുഞ്ഞിടവകയിൽ ഈശോയുടെ തിരുസാന്നിധ്യം ഒരു വിശുദ്ധ കുർബാനയ മധ്യേ ഈശോയുടെ തിരുമുഖം തന്നെ തെളിഞ്ഞ് കണ്ട വലിയ അത്ഭുതത്തിൻ്റെ, ആ വലിയ അടയാളത്തിൻ്റെ സ്ഥലത്താണ് നമ്മൾ ഈശോയെ ആരാധിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരുന്ന് നോക്കുമ്പോൾ ഈശോയുടെ തിരുമുഖം നമ്മൾ കണ്ട് ആരാധിക്കുന്നു. കർത്താവേ, അങ്ങ് ജീവിക്കുന്നവനാണെന്നൊരിക്കൽ കൂടി ഞങ്ങളുടെ വിശ്വാസ സമൂഹത്തിന് വലിയ ബോധ്യം തന്നതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ഇത്ര പരിശുദ്ധമായ ഒരു സ്ഥലത്ത് നിന്നെ ഞങ്ങൾ ആരാധിക്കുകയാണ്. കർത്താവേ, അങ്ങേ നോക്കുന്നവർ പ്രകാശിതരായി, അവരൊരിക്കലും ഇരുട്ടിൽ നടക്കില്ല. ആ പ്രകാശം ഞങ്ങൾക്ക് തരണമേ. ആ വെളിച്ചത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. അനുഗ്രഹത്തിൻ്റെ ഒരു വർഷം മുഴുവൻ ഞങ്ങൾക്ക് തന്നതിന് ഈശോയെ, ലോകം മുഴുവനും ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്ന ഈ സമയം എല്ലാം ഞങ്ങൾ മാറ്റിവെച്ച് ഈ മണിക്കൂറുകളിൽ അങ്ങയുടെ കൂടെ ആയിരിക്കുകയാണ്. ഈശോയെ, ഞങ്ങൾക്ക് വിനോദങ്ങളിലേക്ക് മാറാമായിരുന്നു, വിശ്രമിക്കാമായിരുന്നു, ആഘോഷങ്ങളിലേക്ക് ഞങ്ങൾക്ക് പോകാമായിരുന്നു. പക്ഷേ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മുൻപിൽ ഇരിക്കുക എന്നുള്ളതാണ് ഈ വർഷം പൂർത്തിയാക്കുമ്പോൾ ഞങ്ങൾക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം. ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വലിയൊരു സ്നേഹത്തിന്റെ അടയാളത്തിലൂടെ വിശുദ്ധ കുർബാനയിൽ അങ്ങയുടെ തിരുമുഖം ഞങ്ങൾക്ക് കാണിച്ചു തന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മാലാഖമാരോട് ചേർന്ന് നമ്മൾ ഈശോയെ ആരാധിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയെ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് ഒറ്റ കാര്യമാണ്. നമ്മളെ നോക്കിക്കൊണ്ട് ഈശോയ്ക്കും നമ്മളോട് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്. ഈ കഴിഞ്ഞൊരു വർഷം കുഞ്ഞെ എങ്ങനെ പോയി എന്ന് ഈശോ നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ഉത്തരങ്ങൾ പലതായിരിക്കും. ഈശോയെ, സങ്കടങ്ങളുണ്ടായി, വേദനകളുണ്ടായി, തോൽവികളുണ്ടായി, തിരസ്കാരങ്ങളുണ്ടായി, തെറ്റിദ്ധാരണകളുണ്ടായി, ചിലപ്പോൾ എണ്ണിയെടുത്താൽ തീരാത്തത്ര നൊമ്പരങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടാകാം. ഈശോയിലേക്ക് നോക്കിക്കേ. ഈശോ നമ്മൾ നോക്കുന്നുണ്ടെന്നുള്ള ഒരൊറ്റ ബോധ്യത്തിൽ ഇന്ന് ഈ രാത്രിയിൽ ഓർത്തെടുക്കേണ്ടത് ഈ സങ്കടത്തിന്റെ പെയ്ത്തൊഴുക്കല്ല, ഈ കണ്ണുനീരിന്റെ വലിയ ഘോഷയാത്രയല്ല, തോറ്റുപോയതോ നഷ്ടപ്പെട്ടതോ ഓർത്തിരിക്കുകയല്ല ചെയ്യേണ്ടത്. ഈ 2025 പൂർത്തിയാക്കാൻ ഈശോ നമ്മളെ സഹായിച്ചെങ്കിൽ നന്ദിയോടെ കർത്താവിന് ആരാധന സമർപ്പിക്കുക. ഈ സമയം കർത്താവിനെ പാട്ടുപാടിയൊക്കെ മഹത്വപ്പെടുത്തി ആരാധിക്കാൻ പോവാണ്. ദൈവപുത്രനായ നമ്മുടെ കർത്താവ്, ജീവിക്കുന്നവനായ നമ്മുടെ കർത്താവ്, പരിശുദ്ധനായ രാജാവായ നമ്മുടെ കർത്താവ്, നമ്മൾ ഈ സമയം പാടി പ്രാർത്ഥിക്കുകയാണ്. ഈ രടികളോട് ചേർന്ന്, ദൈവപുത്ര, ഞങ്ങൾ അങ്ങേക്ക് ആരാധന അർപ്പിക്കുകയാണ്. വലിയ സ്നേഹത്തിനും കരുണയ്ക്കും ഈശോയെ കൈപിടിച്ച് നടത്തിയതിനും 2025 ഈ അവസാന മണിക്കൂറുകളിലേക്ക് ഞങ്ങളെ എത്തിച്ചതിന്, ഈ ആരാധന സമൂഹത്തിൻ്റെ കൂടെ അങ്ങയെ സ്നേഹിച്ചാരാധിക്കാൻ ഞങ്ങളെ വിളിച്ചു ചേർത്തതിന്, ദൈവപുത്ര, ഞങ്ങൾ അങ്ങേക്ക് 1000 ആരാധന സമർപ്പിക്കുന്നു. ഈശോയെ, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ദൈവപുത്ര അങ്ങേക്ക് ആരാധന, യേശുനാഥ അങ്ങേക്ക് ആരാധന, ദൈവപുത്ര അങ്ങേക്ക് ആരാധന, യേശുനാഥ അങ്ങേക്ക് ആരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ
എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയാം. കർത്താവേ, സ്നേഹത്തിന്, കാരുണ്യത്തിന്, അങ്ങ് തന്ന സമാധാനത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയാം. നമുക്ക് ഇടതുകരം നെഞ്ചോട് ചേർത്ത് പിടിക്കാം, വലതുകരം ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. ഈ ഈരടികൾ നമ്മൾ ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാൻ പോവാണ്. സമാധാന പ്രഭുവേ, അങ്ങേക്ക് ആരാധന. പരിശുദ്ധനായ കർത്താവേ, അങ്ങേക്ക് ആരാധന. ഈശോയെ, ഇത്ര വലിയ സ്നേഹത്തിൽ ഞങ്ങൾ ഇന്നീ രാത്രിയിൽ, ഈ ആദ്യത്തെ മണിക്കൂറിൽ, ആരാധനയുടെ ഈ നിമിഷങ്ങളിൽ ഞങ്ങളൊന്നും അങ്ങയോട് പ്രാർത്ഥിക്കുന്നില്ല. കാരണം നന്ദി പറഞ്ഞാൽ അത്രമാത്രം തീരാത്തത്ര വലിയ സ്നേഹം തന്നെയാണ് അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഞങ്ങളുടെ കുടുംബത്തിന്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈശോയെ ഓർത്തെടുത്താൽ സങ്കടങ്ങളുണ്ട്. പക്ഷേ എത്രയോ നന്മകൾ ഞങ്ങളുടെ കുടുംബത്തിന്, ഞങ്ങളുടെ മക്കൾക്ക്, മാതാപിതാക്കൾക്ക്, ഞങ്ങളുടെ ജോലി സ്ഥലത്ത്, ശുശ്രൂഷയിലെ, പഠനത്തിൽ, ഈശോ ഞങ്ങളുടെ ആരോഗ്യത്തിൽ നഷ്ടങ്ങളുടെ കണക്കുകൾ ഞങ്ങൾ എടുക്കുന്നില്ല. ഈ 2025 അവസാന മണിക്കൂറിൽ നന്ദി മാത്രം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുകയാണ്. നമുക്ക് വലതുകര ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. സമാധാന പ്രഭുവേ, അങ്ങേക്ക് ആരാധന. സർവത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കർത്താവേ, അങ്ങേക്ക് ആരാധന. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. എന്റെ വിടുതലവൻ, എന്റെ സൗഖ്യമവൻ, എന്റെ മോചനദ്രവ്യം അവനാരാധന. എന്റെ വിടുതലവൻ, എന്റെ സൗഖ്യമവൻ, എന്റെ മോചനദ്രവ്യം അവനാരാധന. ഹോശാന ഹല്ലേലൂയ, ഹോശാന ഹല്ലേലൂയ, ഹോശാന ഹല്ലേലൂയ, ഹോശാന ഹല്ലേലൂയ. ഈശോയെ, കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. ഈശോയിലേക്ക് നോക്കി നമ്മളോട് ഒത്തിരി പേര് ഈ സമയം പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. നമ്മളിന്ന് ഷാലോം ടി വിയിലൂടെ ഈശോയെ ആരാധിക്കുന്ന സമയത്ത് ഇന്ന് ഈ ശുശ്രൂഷ കാണുന്ന എല്ലാവർക്കും വേണ്ടി ഈ കുഞ്ഞ് ഇടവകയിൽ വെച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ലോകമെമ്പാടും പല സ്ഥലങ്ങളിൽ ഇരുന്ന് അങ്ങയെ ആരാധിക്കാൻ ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ട്. ദേവാലയത്തിൽ പോയി ആരാധിക്കാൻ, പക്ഷെ അത് സാധിക്കാതെ പോയ ഒത്തിരി പേർക്ക് ഇന്നൊരു വലിയ അനുഗ്രഹമായിട്ട് ഈ സുവിശേഷം ലോകം മുഴുവൻ എത്തിക്കാൻ വേണ്ടി അങ്ങ് തിരഞ്ഞെടുത്ത ഈ വലിയൊരു മീഡിയത്തിലൂടെ ഈശോയെ അങ്ങേ ആരാധിക്കാൻ അങ്ങ് ഞങ്ങൾക്കൊരു അനുഗ്രഹം നൽകി. അങ്ങയുടെ തിരുമുഖം വെളിവാക്കപ്പെട്ട ഈ ആലയത്തിൽ അങ്ങേ കണ്ടുകൊണ്ട് ആരാധിക്കാൻ ലോകത്തിന്റെ മുമ്പിൽ ഈ മിഴികൾ അങ്ങ് തുറന്നു കൊടുത്തു. അപ്പാ, സ്നേഹമേ, ഞങ്ങൾ അങ്ങേക്ക് ആരാധന അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഈശോയിലേക്ക് നോക്കുമ്പോൾ കർത്താവ് നമ്മളോട് ഓർമ്മപ്പെടുത്തുന്ന ഒറ്റ കാര്യമാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. സങ്കീർത്തനം 34 1, 2 വാക്യങ്ങളൊക്കെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഞാൻ എന്നും എപ്പോഴും കർത്താവിനെ മഹത്വപ്പെടുത്തും. ഞാൻ എന്നും എപ്പോഴും കർത്താവിനെ മഹത്വപ്പെടുത്തും. നമ്മൾ ഈശോയുടെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ഒറ്റ ബോധ്യം നമുക്ക് മതി. ഞാൻ ഇന്ന് മാത്രമല്ല, ഈ പുതിയൊരു വർഷത്തിലേക്ക് കടക്കാൻ പോകുന്ന ഏറ്റവും ഈ പ്രധാനപ്പെട്ട മണിക്കൂറിൽ ഞാൻ എൻ്റെ കർത്താവിനെ ഓർക്കും. നിങ്ങളത് ഓർത്ത് വയ്ക്കുക പ്രിയപ്പെട്ട സ്വരങ്ങളെ. ലോകം മുഴുവൻ ഇപ്പോൾ വലിയ വിനോദങ്ങളിൽ, സന്തോഷങ്ങളാണ്, വലിയ പാർട്ടികൾ നടക്കുന്ന സമയമാണ്. ക്രിസ്തുമസിന്റെ ആ വലിയ ആഘോഷത്തിന്റെ ആ രാവുകൾ ഇനിയും പൂർത്തിയായിട്ടില്ല. ആരാധനയോ എല്ലാം മറന്ന്, ചിലപ്പോ ഈശോയെ പോലും മറന്ന്, ചിലപ്പോ ലോകം ചില തെറ്റുകളിലേക്ക് വരെ പോകാൻ സാധ്യതയുള്ള മണിക്കൂറുകളായിരിക്കും. പക്ഷെ ഇന്ന് നിന്റെ കുടുംബം ഒരു TV സ്ക്രീൻ തുറന്നു വെച്ച്, ഒരു മൊബൈൽ ഫോൺ തുറന്നു വെച്ച് ഈ വിനോദങ്ങളിൽ നിന്നെല്ലാം മാറി എൻ്റെ ഏറ്റവും വലിയ ആനന്ദം ഈശോയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കാൻ തീരുമാനിച്ച ഈ മണിക്കൂറുകളുണ്ടല്ലോ, ദിസ് ഈസ് ഗോയിങ് ടു ചേഞ്ച് യുവർ ലൈഫ്. 2026 നിങ്ങളുടെ 2026 മാറ്റാൻ പോകുന്നത് ഈ 2 മണിക്കൂറുകളാണ്. ഈശോയെ ആരാധിക്കാനും ഈശോയ്ക്ക് നന്ദി പറയാനും നീയും നിന്റെ കുടുംബവും നിന്റെ പ്രിയപ്പെട്ടവരും തീരുമാനിച്ച ഈ മണിക്കൂറിൽ ഈ തിരുമുഖം പ്രത്യക്ഷപ്പെട്ട, തിരുമുഖം വെളിപ്പാക്കപ്പെട്ട ദേവാലയത്തിൽ വെച്ച് ഈശോയുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഈശോ തരുന്ന ഉറപ്പതാണ്, ഐ വിൽ ബി ലുക്കിംഗ് ആഫ്റ്റർ യു. ഈ 2026 നിന്നെ ഞാൻ നോക്കിക്കോളാന്ന് ഈ തിരുമുഖം നിങ്ങളോട് സാക്ഷ്യപ്പെടുത്തുകയാണ്.
നമുക്ക് ചെയ്യേണ്ട ഒറ്റ കാര്യമാണ്, നന്ദിയോടെ ഈശോയെ നോക്കുക, നന്ദിയോടെ ഈശോയോട് സംസാരിക്കുക. പരാതികൾ പറയാനുണ്ട്, എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. ഈശോയെ, എന്തുകൊണ്ട് ഇങ്ങനെ 2025 മോശമായി പോയി? 2025 എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ വലിയൊരു നഷ്ടം സംഭവിച്ചു? ഒരുപക്ഷെ പ്രിയപ്പെട്ട ഒരാളുടെ വലിയൊരു മരണം നിങ്ങളെ പിടിച്ചുലച്ചു കളഞ്ഞ ഒരു വർഷമായിരിക്കാം 2025. വലിയ പ്രതീക്ഷകളുടെ ഒരു കൊട്ടാരം നിങ്ങൾ പണിതുയർത്തിയിട്ട് പെട്ടെന്നൊരു ദിവസം അത് ഒരു കൊടുങ്കാറ്റടിച്ച് തകർന്നു പോയൊരു വർഷമായിരിക്കാം. കൂടെ നിൽക്കുമെന്ന് കരുതിയ പലരും നിങ്ങളെ പറ്റിച്ച് കണ്ണുനീരിൻ്റെ ഒരു വലിയ രാവും പകരം നിങ്ങൾക്ക് സമ്മാനിച്ച ഒരു വർഷമായിരിക്കും. ഒരു കാരണം പോലും ഇല്ലാതെ, ഒരു പുഞ്ചിരിക്കൊരു കാരണം പോലും ഇല്ലാത്തൊരു വർഷമായിരുന്നിരിക്കാം. ബട്ട് യു ഹാവ് കം ടു ദ ബിഗസ്റ്റ് അവേഴ്സ്. 2025 അനുഗ്രഹത്തിന്റെ മണിക്കൂറിലേക്ക് നീ എത്തി. ഈശോ, എനിക്ക് ജോലി കിട്ടിയില്ലല്ലോ, എൻ്റെ വിവാഹം നടന്നില്ലല്ലോ, ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ഞാൻ എത്തിയില്ലല്ലോ. പരാതികൾ പറയാൻ വേണ്ടിയിട്ടുള്ളൊരു മണിക്കൂറല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പ്രത്യാശയുടെ, നന്ദിയുടെ, കൃപയുടെ ഒരു മണിക്കൂറിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമുക്ക് നന്ദിയോടെ ഈശോയ്ക്ക് സ്തുതി പാടണ്ടേ? നമ്മുടെ കുടുംബത്തോട് ചേർന്ന് ഈശോയ്ക്ക് നന്ദി പറയണ്ടേ? ഈശോയിലേക്ക് തന്നെ നോക്കിക്കേ, ആ മുഖത്തേക്കൊന്ന് നോക്കിക്കേ. എന്നെ കാണുന്ന എൻ്റെ ഈശോ. വിശുദ്ധ ജോൺ മരിയ വ്യാനി ഇങ്ങനെ പറയുകയുണ്ടായി പ്രാർത്ഥനയെക്കുറിച്ച്, ആരാധനയെക്കുറിച്ച്. ഐ ലുക്ക് അറ്റ് ഹിം ആൻഡ് ഹി ലുക്സ് അറ്റ് മീ. ഞാൻ ഈശോയെ നോക്കുന്നു, ഈശോ എന്നെയും. കണ്ണുകൾ തുറന്ന് ഈശോയെ തന്നെ നോക്കുക. കാണുന്നതൊരു TV സ്ക്രീൻ അല്ലല്ലോ, കാണുന്നതൊരു ഗാഡ്ജറ്റിൻ്റെ പ്രതലങ്ങളല്ലല്ലോ. എന്നെ കാണുന്ന എൻ്റെ ഈശോയെ ഞാനും കണ്ടുകൊണ്ടിരിക്കുന്നു. കർത്താവേ, ഞങ്ങളെങ്ങനെ നന്ദി പറയും? ഞങ്ങളെങ്ങനെ നന്ദി പറയും? നന്ദിയോടെ ഞങ്ങൾ സ്തുതി പാടാം, നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തിപ്പാടാം. ഈ കഴിഞ്ഞൊരു വർഷക്കാലം മുഴുവൻ അങ്ങ് തന്നതിന് ഞങ്ങൾ അങ്ങേ ഓർക്കാം. ഈശോയെ, പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ അങ്ങയുടെ മക്കൾ ഒന്ന് ചേർന്ന് അങ്ങയുടെ തിരുമുഖത്തെ, തിരുസാന്നിധ്യത്തെ, ദിവ്യകാരുണ്യമേ, ആ സ്നേഹത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. നന്ദിയോടെ ഞങ്ങൾ സ്തുതി പാടുന്നു. ഇരടികളോട് ചേർന്ന് നമുക്ക് ഈശോയെ ആരാധിക്കാം, നന്ദി പറയാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. കർത്താവേ, ഈ ഈരടികൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വന്നതാണ്. നന്ദിയോടെ ഞങ്ങൾ സ്തുതി പാടുക. ഇതുവരെ നടത്തിയതിനും സ്നേഹിച്ചതിനുമെല്ലാം ഞങ്ങൾ നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് കർത്താവിന് ഏറ്റവും സ്വീകാര്യമായ കാര്യം. വചനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, കൃതജ്ഞതയാണ് കർത്താവിന് സ്വീകാര്യമായ ബലി. നമ്മുടെ ആരാധനക്രമങ്ങൾ, നമ്മൾ ഏതൊരു റൈറ്റിൻ്റെ ഭാഗമായി നിന്ന് ഈശോയെ ആരാധിക്കുമ്പോഴും എല്ലാ വിശുദ്ധ കുർബാന അർപ്പണങ്ങളിലും എല്ലാ ആരാധനകളിലും നമ്മൾ ഓർക്കുന്ന ഒരു കാര്യമാണ് ഈശോ പറഞ്ഞ വാക്ക്, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ, ഇൻ റിമംബറൻസ് ഓഫ് മീ. ഈശോ ഒത്തിരി അധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈശോയെ ഓർക്കുക. ഈ വാക്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കയറണമെന്ന് അച്ഛൻ ആഗ്രഹിക്കാം. ഓർമ്മയാണ് ആരാധന. റിമംബറൻസ് ഈസ് ലിറ്റർജി, റിമംബറൻസ് ഈസ് വർഷിപ്പ്. ഓർക്കുക എന്നുള്ളതാണ് ആരാധന. നമ്മൾ ഇതിനൊന്ന് വളരെ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. നമ്മൾ ഓർത്ത് വയ്ക്കുക, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ കഴിഞ്ഞൊരു വർഷത്തെ മാത്രം നോക്കിയാൽ പോരാ. നമ്മൾ ഈ ഭൂമിയിലായിരുന്ന ആ സമയം മുതൽ ഇന്ന് വരെ എന്തോരം വലിയ കാര്യങ്ങൾ ഈശോ നമുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചു, നമുക്ക് ചില കാര്യങ്ങൾ കിട്ടി. തീരെയല്ല,
നമ്മൾ ആഗ്രഹിക്കാത്തത്, വചനത്തിലൊക്കെ പറയുന്നത് പോലെ നമ്മൾ ചോദിച്ചതിലും ആഗ്രഹിച്ചതിലും വളരെ കൂടുതൽ കർത്താവ് ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ ഈ ആരാധനയുടെ സന്നിധിയിൽ ഈശോയുടെ മുമ്പിലിരുന്ന് ഇപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലോട്ട് കയറി വരുമായിരിക്കും, എന്നിട്ട് ഇങ്ങനെ അല്ലായിരുന്നല്ലോ എൻ്റെ ജീവിതം, അത്ര സന്തോഷമായിരുന്നില്ലല്ലോ, ഞാൻ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ലല്ലോ, കർത്താവ് എനിക്ക് വേണ്ടി എന്നെ ചെയ്ത്, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട്, ഞാൻ ഇത്ര നന്മയൊക്കെ ചെയ്തിട്ട് എനിക്ക് എന്ത് കർത്താവ് തന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരായുഷ്കാലം മുഴുവൻ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത, നന്ദിയോടെ എത്ര സ്തുതി പാടിയാലും തീരാത്തത്ര നന്മകൾ തന്നിട്ടുണ്ട്. ആൻഡ് റിമെമ്പർ ഓൾ ദാറ്റ് ഹി ഹാസ് ഡൺ. അവിടുന്ന് ചെയ്തതെല്ലാം ഓർക്കുക എന്നുള്ളതാണ് ആരാധന. അതിൻ്റെ നേരെ അപ്പുറത്തെ വശത്ത് നിൽക്കുന്നതാണ് മറവിയാണ് പാപം. ഈശോ നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു തന്നു എന്നുള്ളത് കുഞ്ഞെ നീ മറന്നുപോയാൽ അതൊരു പാപമായിട്ട് മാറും. 2025 അവസാനിക്കുമ്പോൾ ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് കുമ്പസാരിക്കേണ്ട പുത്തനൊരു പാപത്തെക്കുറിച്ചൊരു വിചിന്തനം നടത്തുകയല്ല. പക്ഷെ എവിടെയെങ്കിലും വെച്ച് കർത്താവിന് നന്ദി പറയാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ മറവിയാണ് പാപം. ആ പാപം നമുക്ക് ഈ വർഷം വേണ്ട. ഈ വർഷം അവസാനിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പാപം വേണ്ട. ഒന്നുപോലും മറക്കാതെ ഈശോയെ ഞങ്ങൾ നിനക്ക് നന്ദി പറയാന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങളൊന്നും ജോടി ചേർത്ത് പിടിക്കാം. ആ ഈരടികൾ നമ്മൾ ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കുകയാണ്. നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിട്ടും കർത്താവേ, വാക്കുകൾ ഉപയോഗിച്ചല്ല, സംഗീതം ഉപയോഗിച്ചല്ല, എൻ്റെ മനസ്സും എൻ്റെ ശരീരവും എൻ്റെ ആത്മാവും ഉപയോഗിച്ച് നന്ദിയോടെ കർത്താവേ ഞാൻ നിനക്ക് സ്തുതി പാടും. ഈശോയെ നോക്കിക്കൊണ്ട് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഗായക സംഘത്തോട് ചേർന്ന് ആ ഈരടികൾ നമ്മളൊന്ന് പാടി പ്രാർത്ഥിക്കുകയാണ്. നന്ദിയോടെ ഞാൻ സ്തുതി പാടും ഈശോയെ. എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഈശോയെ, ചോദിക്കാത്തതും അർഹിക്കാത്തതുമൊക്കെ നീ തന്നിട്ടുണ്ട്. നന്ദി പറയാണ് ഞങ്ങൾ. ഈ രാത്രിയുടെ ഈ ആമങ്ങളിൽ ഉണർന്നിരുന്ന അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുമ്പോൾ ഈശോയെ, പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അമ്മ ആരാധിച്ചതുപോലെ ആരാധിക്കാൻ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഒത്തിരി വലുതായി നിറഞ്ഞു നിൽക്കുന്ന ഈ ആലയത്തിൽ ഈശോ എവിടെയുണ്ടോ അവിടെ അമ്മയുടെ സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുക. മറിയത്തിൻ്റെ സ്തോത്രഗീതം ഇങ്ങനെ നമ്മൾ ധ്യാനിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് രാത്രിയിൽ ഈശോയ്ക്ക് നന്ദി പറയുമ്പോൾ, ആരാധിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ഈശോയെ ഒന്ന് ആരാധിക്കണം, നന്ദി പറയണം. നമുക്ക് ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ എത്ര എളുപ്പമല്ലേ. നോക്കിയാൽ നിങ്ങളിപ്പോൾ ഈ രാത്രിയിൽ ഉണർന്നിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൻ്റെ ആ മുറിയിൽ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും, നിങ്ങളുടെ ഹോസ്റ്റൽ റൂമിൽ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും. എല്ലാവരും അവധിക്കും ആഘോഷങ്ങൾക്കൊക്കെ പോയപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതെ ചിലപ്പോൾ ഉറക്കം കിട്ടാതെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോഴായിരിക്കും ഇങ്ങനെ ഈ ഒരു ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ആരാധിക്കാമെന്നൊക്കെ വിചാരിക്കുന്നത്. ഒത്തിരി ഒറ്റയ്ക്കായിരിക്കും. നമുക്കൊരു വലിയ കൂട്ട് ഇപ്പോൾ ഈശോയെ ആരാധിക്കാൻ വേണ്ടിയുണ്ട്. വിളക്കിനൊരു ഇടവകയല്ല, ഇവിടുത്തെ ഗായക സംഘമല്ല, ഇവിടെയുള്ള വൈദികരല്ല, ഇവിടുത്തെ ജനമല്ല. നിങ്ങൾക്ക് വലിയൊരു കൂട്ട് ഈശോ ഇന്ന് രാത്രി തരികയാണ്, പരിശുദ്ധ അമ്മയുടെ കൂട്ട്. ഒരുപക്ഷെ ഇന്ന് രാത്രി വലിയൊരു സങ്കടത്തിൽ കൂടെ പോവുകയാണെങ്കിൽ, ഒരു വലിയ കുരിശ് ആരോഹണം നടന്ന് നിൽക്കുന്ന പോലത്തെ ഒരു അനുഭവത്തിലാണെങ്കിലും പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇങ്ങനെ യോഹന്നാന്റെ കയ്യിലോട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ പറഞ്ഞ വാക്കില്ലേ, ഇതാ നിന്റെ അമ്മ എന്ന്. ആ അമ്മ ഇന്ന് കൂട്ടായിട്ട് നിൽക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് എങ്ങനെ ആരാധിക്കേണ്ടതെന്ന് അറിയോ? ദിവ്യകാരുണ്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈശോയെ ഏറ്റവും കൂടുതൽ നോക്കിയ ഒരാളാണ് പരിശുദ്ധ അമ്മ, അല്ലേ? ഉദരത്തിലായിരുന്ന കുഞ്ഞിനെ ആത്മീയ കണ്ണുകളോടെ കണ്ട് ആരാധിച്ചവളാണ് മറിയം. ജനിച്ച കുഞ്ഞിനെ കയ്യിലെടുത്ത് സ്നേഹത്തിന്റെ കണ്ണുകളോടെ കണ്ട് ആരാധിച്ചവളാണ് മറിയം. ഈ കുഞ്ഞ് നടക്കുന്നതും വലുതാകുന്നതും ഒക്കെ കണ്ട് ആ വളർച്ച മുഴുവൻ കണ്ട ആരാധിച്ച ആളാണ് മറിയം.
ജീവൻ നഷ്ടപ്പെട്ട ശരീരം കയ്യിലെടുത്ത് ആ വിശുദ്ധ കുർബാന കയ്യിലെടുത്ത് ആരാധിച്ചോളാണ് പരിശുദ്ധ മറിയം. ഈശോയുടെ രണ്ടാം വരവിന് വേണ്ടി നമ്മളെ ഒരുക്കിക്കൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവളാണ് പരിശുദ്ധ മറിയം. ആ അമ്മ എങ്ങനെ പ്രാർത്ഥിച്ചു, എങ്ങനെ ആരാധിച്ചു എന്ന് ചോദിച്ചാൽ ലൂക്കാ സുവിശേഷം 1-ാമത്തെ അധ്യായം 46-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഈശോയെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലും ഈ വചനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നാളിതുവരെ തന്നതിന്, സ്നേഹിച്ചതിന്, ആയുസ് തന്നതിന്, 1 വർഷം കൂടെ പൂർത്തിയാക്കാൻ പറ്റിയതിന് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് ചേർന്ന് പറയാം, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ആയിരിക്കുന്ന ആ ഇടങ്ങളിൽ ഈശോ എന്ന് മഹത്വപ്പെടുത്തിക്കൊണ്ട് ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ ഈ വാക്ക് പറഞ്ഞ പ്രാർത്ഥിച്ച്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് ഈ വചനം ഒന്ന് ഏറ്റു പറയാം. വലതുകരം നെഞ്ചോട് ചേർത്ത് പിടിക്കും. ഈ വചനം നിങ്ങൾക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാതെ അറിയാവുന്ന വചനമാണ്. വചനം ഇങ്ങനെയാണ്: എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഈശോയിലേക്ക് നോക്കാം. ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് വലതുകരം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ വചനം ഒന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചേ, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി നല്ല ബോധ്യത്തോടെ പരിശുദ്ധ അമ്മയിൽ ഉണ്ടായിരുന്ന അതേ സ്നേഹത്തോടെ കൃതജ്ഞതയോടെ നമുക്ക് ഈശോയോട് പറയാം, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ആരാധിക്കാനുള്ള ഒരു വലിയ സൂത്രവാക്യമാണിത്. വലിയൊരു ആത്മീയ എഴുത്താണിത്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഈ 1 വർഷം അവസാനിക്കുമ്പോഴേ നമുക്ക് അത് മാത്രം ഈശോയോട് പറഞ്ഞാൽ മതി. നമ്മൾ ഓർക്കുന്നുണ്ടാവില്ല കഴിഞ്ഞൊരു വർഷം ഈശോ എന്തൊക്കെയാ ചെയ്തു തന്നെ. സങ്കടങ്ങളൊക്കെ ഓർത്തിരിക്കുന്നുണ്ടാവും മുമ്പേ പറഞ്ഞതുപോലെ. പക്ഷെ ചിലത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ സാധ്യതയുണ്ടല്ലോ. ഇന്നിപ്പോൾ ഈ രാത്രിയിലെ കുറച്ച് മണിക്കൂറുകളിൽ ഇരുന്ന് ഓർത്തെടുക്കാനൊന്നും പറ്റില്ലായിരിക്കും. നമുക്ക് ഈ വചനം ആവർത്തിക്കണം. ഇന്ന് രാത്രിയിൽ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്നെ സംഭവിക്കുന്നതെന്നറിയോ? നമുക്കിനി ഒരു വർഷം 2026 നമ്മൾ ഉടനെ അടുത്ത മണിക്കൂറിൽ നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ ഈ ഒരു 2 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന നമ്മുടെ ആരാധന, കൃതജ്ഞത ആരാധന, അതിനുശേഷം നമ്മൾ ഈ ദേവാലയത്തിൽ ഈ വിളക്കിനൊരു ഇടവകയിൽ തന്നെ നമ്മൾ പരിശുദ്ധ ബലിയർപ്പണം ഇവിടുത്തെ വികാരിയച്ഛനോട് ചേർന്ന് നമ്മൾ ബലിയർപ്പിച്ചുകൊണ്ടാണ് പുത്തനൊരു വർഷത്തിലേക്ക് നമ്മൾ കടക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ചിലപ്പോൾ അവർക്ക് ദേവാലയത്തിലേക്ക് പോകാനൊക്കെ പറ്റുന്നുണ്ടാവും. ദേവാലയത്തിൽ പോയ ഒരു പുതുവർഷത്തിൻ്റെ ഒരു ആരാധനയും ഒരു അഭിഷേകമായിട്ട് വിശുദ്ധ കുർബാനയൊക്കെ നേരിട്ട് അർപ്പിക്കാനൊക്കെ അവർക്ക് സാധിക്കുന്നുണ്ടാവും. ചിലപ്പോൾ നമുക്ക് പറ്റുന്നുണ്ടാവില്ല. ഈശോയുടെ കൂടെ ഏറ്റവും വലിയൊരു സ്നേഹത്തിൽ ശാലോം കൂട്ടായ്മയോട് ലോകം മുഴുവനും കൂടെ ചേർന്ന് നമ്മളിന്ന് ആരാധിക്കുകയും പരിശുദ്ധ ബലി നമ്മളിന്ന് ഭാഗമാവുകയും ചെയ്യാനിരിക്കും. നമുക്ക് പറയേണ്ടത് ഇത്രയാണ്. ഇന്ന് ഈ രാത്രിയിലെ ആരാധനയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും ഒക്കെ മനസ്സിൽ ഇതിങ്ങനെ ഓടിക്കളിച്ച് പ്രാർത്ഥിക്കട്ടെ. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്നെ സംഭവിക്കുന്നതെന്നറിയോ? സങ്കടങ്ങൾ ഉണ്ടായ ഒരു വർഷം. ഇനി 2026 എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ വചനം നമുക്കൊരു ഉറപ്പ് തരികയാണ്. ഇന്ന് രാത്രിയിൽ ആരാധിക്കുന്ന ഈശോയുടെ മക്കൾക്ക്, ഈശോയുടെ കുടുംബത്തിന് നിനക്ക് ആനന്ദം ഉണ്ടായിരിക്കും. നിനക്ക് ആനന്ദം ഉണ്ടായിരിക്കും. നിന്റെ കുടുംബത്തിന് ആനന്ദം ഉണ്ടാക്കി. ഈ രാത്രിയിൽ നീ ആരാധിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞതിൻ്റെ പേരിൽ 2026 നിനക്ക് ആനന്ദമായിരിക്കും. നമ്മൾ പ്രാർത്ഥിച്ച ആ വചനം ഒന്ന് ശ്രദ്ധിച്ചേ. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. മഹത്വപ്പെടുത്തുന്നവന്റെ ജീവിതത്തിൽ ആനന്ദം ഉണ്ടാവും. 2025 നമ്മൾ കേൾക്കാൻ പോകുന്ന അവസാനത്തെ ചില വചന സന്ദേശങ്ങളായിരിക്കും ഇത്. ഹൃദയത്തിലോട്ട് ഉറപ്പിച്ചെടുക്കുക. ആരാധിക്കുന്നവന്, മഹത്വപ്പെടുത്തുന്നവന് ആനന്ദം ഉണ്ടായിരിക്കും. പരിശുദ്ധ അമ്മ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. തൊട്ടു പുറകെ എന്താ വരിക? രക്ഷകനായ ദൈവത്തിന്റെ ഒരു ആനന്ദം നമ്മളിലേക്ക് നിറയും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ നന്ദി പറയുന്നത് ഓർക്കണേ. എൻ്റെ ആത്മാവ് മഹത്വപ്പെടുത്തുന്നു മാത്രമല്ല പറയുക, രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് മാത്രമല്ല പറയുക, കഴിഞ്ഞ കാലത്തും ഇന്നും നാളെയും ദൈവം ചെയ്യാൻ പോകുന്ന മഹത്തായ കാര്യങ്ങളെ ഓർത്ത് നന്ദി പറയാണ് പരിശുദ്ധ അമ്മ. 1-2 വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ ഒന്ന് കേൾക്കുക. വിശുദ്ധ ഗ്രന്ഥം നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എടുക്കണം. ലൂക്കാ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ 46-ാമത്തെ വാക്യം മുതലാണ്. പ്രത്യേകിച്ച് അതിന്റെ 48-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ആ വചനം നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ അതിനകത്ത് നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിലൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ നമ്മുടെ വ്യാകരണങ്ങളിൽ ഏത് ലാംഗ്വേജിലാണെങ്കിലും നമ്മൾ പറയില്ലേ, കഴിഞ്ഞ കാലം,
ഈ പ്രസന്റ് ലൈഫ്, നാളത്തെ ഒരു ജീവിതം. നമ്മൾ ഈ 2025 ഏറ്റവും ഒരു പീക്ക് മൊമെന്റ്, ഒരു എൻഡിങ് മൊമെന്റ് വന്ന് നിൽക്കുമ്പോൾ നമുക്കുണ്ട് ഇങ്ങനെ ഒരു പാസ്റ്റ് അല്ലേ. 2025 കഴിഞ്ഞ 12 മാസങ്ങൾ, 2026 കടക്കാൻ പോകുന്ന ആ ഒരു മൊമെന്റ്, ഇനി 2026 12 മാസങ്ങൾ. ഇതൊക്കെ നമ്മൾ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ അടുത്ത വർഷം, കഴിഞ്ഞ വർഷം എന്നൊക്കെ ഓർക്കുകയും പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്യാണ്. പരിശുദ്ധ അമ്മ പറഞ്ഞൊരു കാര്യം നോക്കുകയെ, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. അതിൻ്റെ ഒരു ഗ്രാമർ ഈ രാത്രി പഠിക്കുകയല്ല, പക്ഷെ ഈശോയുടെ മുമ്പിൽ ഇരുന്ന് നന്ദിയോടെ ഇത് ഓർക്കുക. അവിടുന്ന് എന്നെ കടാക്ഷിച്ചു. He looked upon me, he gazed upon me. എൻ്റെ കഴിഞ്ഞ കാലത്തെ, പ്രത്യേകിച്ച് കഴിഞ്ഞ 12 മാസത്തെ ഈശോ കണ്ടിട്ടുണ്ട്. ഈ തിരുമുഖ ദർശനം കിട്ടി ദേവാലയത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ നേരിട്ട് വന്ന് ഈശോയുടെ ഈ വലിയൊരു അടയാളം കണ്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഈശോയ്ക്ക് നിങ്ങളോട് പറയാനുള്ള, ഉറപ്പിച്ചു തരാനുള്ള വാഗ്ദാനം ഇതാണ്: ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്, ഞാൻ കടാക്ഷിച്ചിട്ടുണ്ട്. കടാക്ഷിക്കുക എന്ന് വെച്ചാൽ ചുമ്മാ അങ്ങനെ നോക്കി ചുമ്മാ അത് കണ്ടു എന്നല്ല, വലിയൊരു കരുണയോടെ ഈശോ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞൊരു വർഷം, യോ പാസ്റ്റ്, ഈ ഒരു ആയുസം മുഴുവനും അതൊക്കെ മറന്നുപോയാലും കഴിഞ്ഞ 2025 ഈശോ എന്നെ കണ്ടിട്ടുണ്ടെന്ന് ഈശോയുടെ മക്കള് പ്രഖ്യാപിക്കണം. അങ്ങനെ ഈശോ കണ്ടു എന്ന് പറഞ്ഞ് നന്ദി പറഞ്ഞാൽ അടുത്ത വചനം എങ്ങനെയാണ്? ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഇപ്പോൾ മുതൽ ഫ്യൂച്ചറാണ്, ഭാവി കാലമാണ്. ഒത്തിരി എത്ര കാലം, എത്ര ആയുസോളം നമ്മൾ ജീവിച്ചിരിക്കും നമുക്ക് അറിഞ്ഞുള്ളൂ. പക്ഷെ ഈ 2026 പുത്തനൊരു പുലരിയിലേക്ക് നമ്മൾ കടക്കാൻ ഒരുങ്ങുമ്പോൾ ഒരു പുത്തൻ അവസരം കൂടി ഈശോ നമുക്ക് തരാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങുകയാണ്. വിശുദ്ധ കുർബാനയോടെ നമ്മൾ ആ ഒരു പുതുവർഷം ആരംഭിക്കാൻ വേണ്ടി പോകും കൂടിയാണ്. ഇതൊരു അനുഗ്രഹത്തിന്റെ വർഷമാകും, ഇതൊരു ആനന്ദത്തിന്റെ വർഷമാകും. കാരണം 2025 കുഞ്ഞെ നീ പൂർത്തിയാക്കുന്നത് നിന്റെ ആത്മാവും ശരീരവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ്. നിന്റെ 2026 ആനന്ദമാകും, ഉറപ്പാണ്. കണ്ണുനീരിന്റെ ഒരു 2026 ആവില്ല. ഇനി വേദനകൾ വന്നാലും അതിനെ വലിയ പ്രത്യാശയോടെ, ആനന്ദത്തോടെ നേരിടാൻ വേണ്ടിയിട്ട് ഈശോ നിന്നെ ഇവിടെ വെച്ചൊരുക്കുകയാണ്. ഈശോയിലേക്ക് നോക്കാം. ഈശോയെ, പരിശുദ്ധ അമ്മ നന്ദി പറഞ്ഞതുപോലെ ഞങ്ങൾ നന്ദി പറയുകയാണ്, അങ്ങേ മഹത്വപ്പെടുത്തുകയാണ്. ശക്തനായവൻ എത്രയോ വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. കരങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈശോയെ നോക്കി ഈ സമയം നിങ്ങളുടെ കുടുംബത്തിന് കഴിഞ്ഞൊരു വർഷം ഈശോ ചെയ്ത എല്ലാ നന്മകളെ ഒന്ന് ഓർത്തെടുക്കാൻ പരിശ്രമിക്കാമോ? വീട്ടിലെ സങ്കടങ്ങളെ ഒന്നും ഇപ്പോൾ ഓർക്കണ്ട. ഓർത്താൽ ചിലപ്പോൾ നിങ്ങൾ ഇന്ന് രാത്രിയിൽ ചിലപ്പോൾ കരയുമായിരിക്കും. ഈശോയെ ഇനി 2026 എങ്ങനെ ആകുമെന്ന് ഓർത്ത് പേടിക്കുമായിരിക്കും. ആ സങ്കടത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് അല്പസമയം ഒന്ന് മറന്നു കളഞ്ഞ് നന്ദിയോടെ ഈശോയെ ഒന്ന് ഓർത്തേ. നമുക്ക് പാടി പ്രാർത്ഥിക്കണം ഈ സമയത്ത്. എൻ്റെ ദൈവമേ, എത്ര വലിയ അനുഗ്രഹമാണ്. വിശുദ്ധ കുർബാനയിലൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലെ വർണ്ണിക്കാനാവാത്ത വലിയ ദാനങ്ങൾ നീ തന്നിട്ടുണ്ട് ഒരു വർഷത്തിൽ. ഇവിടെ സോണലി സമയം പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തിന് ഈശോ തന്ന അനുഗ്രഹങ്ങളെയൊക്കെ ഒന്ന് ഓർത്തേ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഓർത്ത് നന്ദി പറയുക. കഴിഞ്ഞൊരു വർഷക്കാലം നമ്മുടെ മാതാപിതാക്കളിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹത്തിനും ഈശോയ്ക്ക് നന്ദി പറയുക. ഈരടികളോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നന്ദി എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, നീ ചെയ്ത നന്മകൾക്ക്, നീ തന്ന സ്നേഹത്തിന്, കരുണയ്ക്ക്, കൃപയ്ക്ക്, എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു. അത്ഭുതമാർന്ന സ്നേഹത്തിൽ
ദൈവമേ നന്ദി എൻ യേശുപരാ. നമ്മുടെ കുടുംബത്തിലെല്ലാവരെയും ഈശോയുടെ കരങ്ങളിൽ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മാതാപിതാക്കളോടെ ഈശോ നമുക്ക് കഴിഞ്ഞൊരു വർഷം തന്ന എല്ലാ അനുഗ്രഹവും ഓർത്തേ. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പ്രിയപ്പെട്ട മാതാപിതാക്കളൊക്കെ ആരെങ്കിലുമൊക്കെ ഈ ഒരു കഴിഞ്ഞ വർഷം ആയിരിക്കാം മരണം മൂലം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വാങ്ങിപ്പോയത്. അവർ തന്ന നന്മകൾക്ക് നന്ദി പറയുക. അവരിലൂടെ നമുക്ക് ലഭിച്ച കൃപകൾക്കും സ്നേഹത്തിനുമെല്ലാം നന്ദി പറയുക. കർത്താവേ, എത്ര വർണ്ണിച്ചാലും തീരാത്തത്ര വലിയ കരുണയും സ്നേഹവും ഞങ്ങളുടെ മാതാപിതാക്കളിലൂടെ കഴിഞ്ഞൊരു വർഷം ഞങ്ങൾക്ക് ലഭിച്ചെങ്കിൽ അതെല്ലാം ഓർത്ത് നന്ദി പറയുക. ചിലപ്പോൾ ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് ചില തിക്താനുഭവങ്ങൾ, വേദനിപ്പിക്കുന്ന വാക്കുകളൊക്കെ ഞങ്ങൾക്ക് കേൾക്കേണ്ടി വന്നു. അവരുടെ ചില പെരുമാറ്റ രീതികളിലൂടെ ചില സങ്കടങ്ങൾ ഞങ്ങൾക്കുണ്ടായി. ഈശോയെ, ആ സങ്കടത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. പാടി പ്രാർത്ഥിക്കാം. നന്ദി, നന്ദി എൻ ദൈവമേ. പ്രിയപ്പെട്ട ജീവിത പങ്കാളിയെ ഈശോയുടെ കരങ്ങളിൽ കൊടുക്കും. ആ വ്യക്തിയിലൂടെ കഴിഞ്ഞൊരു വർഷക്കാലം നിങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയുക. കിട്ടിയ പരിഗണനയ്ക്ക്, സ്നേഹത്തിന്, കരുതലിന്, ചേർത്ത് പിടിക്കൽ, ഇങ്ങനൊരു വ്യക്തിയിലൂടെ കഴിഞ്ഞൊരു വർഷക്കാലം ഈശോ തന്ന എല്ലാ അനുഗ്രഹത്തിനും എല്ലാ നല്ല അനുഭവങ്ങൾക്കും നന്ദി പറയുക. ഒപ്പം തന്നെ ചിലപ്പോൾ ചില സങ്കടങ്ങൾ ഈശോ നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് അനുഗ്രഹിച്ച് തന്ന ഈ ജീവിത പങ്കാളിയുടെ കഴിഞ്ഞൊരു വർഷം ചിലപ്പോൾ ഒത്തിരി സങ്കടങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. അതിനും നന്ദി പറയാൻ പറ്റുമോ എന്ന് ഒന്ന് ശ്രമിച്ച്. ഈ സങ്കടങ്ങളൊക്കെ നമ്മളെ വളർത്തിയില്ലേ? ചിലപ്പോൾ പരിഗണന കിട്ടാതെ പോയത്, ചിലപ്പോൾ നിങ്ങളെ തെറ്റിദ്ധരിച്ചത്, ചിലപ്പോൾ നിങ്ങൾ ചെയ്യാത്തൊരു തെറ്റ് നിങ്ങളുടെ ജീവിത പങ്കാളി ഈ കഴിഞ്ഞൊരു വർഷത്തിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ ആരോപിച്ചത്, അകാരണമായി നിങ്ങളെ വേദനിപ്പിച്ചത്, നിങ്ങളെ കളിയാക്കിയത് ഓർത്തു നോക്കിയാൽ ചിലപ്പോൾ നന്ദി പറയുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ സങ്കടപ്പെടുത്തുന്നതിൻ്റെ കാര്യങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ ആ സങ്കടങ്ങളെയും ആ വേദനകളെയും ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയുക. ഈശോയെ കാണാനും ഈശോയോട് അടുക്കാനും നിന്നെ സഹായിച്ചത് ഒരു പക്ഷേ ആ ഒരു തിരസ്കാരമായിരിക്കും, ആ ഒരു വേദനിപ്പിച്ച വാക്കായിരിക്കും, ഒരുപക്ഷെ മാറി നിന്നതായിരിക്കാം, നിന്നെ ഒഴിവാക്കിയതായിരിക്കാം. അതിനും നന്ദി പറയുക. നന്ദി എൻ്റെ കർത്താവേ, എൻ്റെ സ്നേഹമേ. ഈ രാത്രിയിൽ എൻ്റെ മാതാപിതാക്കളെ ഓർത്ത് മാത്രമല്ല, എൻ്റെ ജീവിത പങ്കാളിയിലൂടെ കഴിഞ്ഞൊരു വർഷം എനിക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നന്ദി പറയുന്നു. പാടി പ്രാർത്ഥിക്കാം. നന്ദി, നന്ദി എൻ ദൈവമേ. എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു. സ്നേഹത്തിൽ
ഈശോയെ, നന്ദിയുടെ ഈ രാത്രിയിൽ ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ഓർത്തിട്ടാണ്. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഒരു നിമിഷം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത്, നിങ്ങളുടെ മക്കളെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയുക. ഈശോയുടെ തിരുമുഖം നമ്മൾ കണ്ട് ആരാധിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടെയാണോ അവിടെ അവരായിരിക്കുന്ന ഇടങ്ങളിലേക്ക് ഈശോയെ ഞങ്ങളുടെ മക്കളെ നോക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ഒപ്പം തന്നെ ആ കുഞ്ഞുങ്ങളിലൂടെ, നമ്മുടെ മക്കളിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹത്തിനും നമുക്ക് നന്ദി പറയാം. നമ്മൾ പ്രാർത്ഥിച്ച്, നമ്മൾ അനുഗ്രഹിച്ച്, നമ്മൾ മുന്നോട്ട് വഴി നടത്തുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ ഈശോയുടെ വലിയ അനുഗ്രഹത്തിൽ ഏറ്റവും സന്തോഷത്തോടെ, ആനന്ദത്തോടെ, വിശുദ്ധിയോടെയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് പഠിക്കാനും ജോലി ചെയ്യാനും അവരുടെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളൊക്കെ കർത്താവിൻ്റെ അനുഗ്രഹത്താൽ നേടിയെടുക്കാനും ഒക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ ഈശോയ്ക്ക് നന്ദി പറയുക. അപ്പം അങ്ങ് ഞങ്ങൾക്ക് തന്ന ദാനമാണ് ഞങ്ങളുടെ മക്കൾ. അവരിപ്പോൾ പല സ്ഥലങ്ങളിലാണ്, പല ദേശങ്ങളിലാണ്, പല ജോലി, പല സ്വപ്നങ്ങൾ, പല പഠന രീതികൾ, ജീവിത സാഹചര്യങ്ങളാണ്. അവരെ ഓർത്ത് ഞങ്ങൾക്ക് അഭിമാനം, സന്തോഷവും ആനന്ദവും ഒക്കെ ആണെങ്കിൽ ഈശോയെ, സഭയ്ക്ക് അവരെ ഓർത്ത്, ഞങ്ങളുടെ മക്കളെ ഓർത്ത് അനുഗ്രഹം എന്ന് പറയുന്നുണ്ടെങ്കിൽ എല്ലാം നിന്റെ ദാനമാണ്. ഉദരബലം അങ്ങയുടെ ദാനമാണ്. ആ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ അങ്ങ് തന്ന അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ ഒരു വർഷം 2025 ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലൂടെ ഞങ്ങൾക്ക് അങ്ങ് തന്ന എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയുന്നു ഈശോയെ. ഒപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴി ഞങ്ങളുടെ ഹൃദയത്തെ നോവിച്ചെങ്കിൽ ആ വേദനകളെയും ഓർത്ത് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ നോക്കാൻ ഏൽപ്പിച്ച ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ട നല്ല മാതൃക കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ഞങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടും പ്രാർത്ഥിച്ചിട്ടും വഴി കാണിച്ചിട്ടും സ്നേഹിച്ചിട്ടും അനുഗ്രഹിച്ചിട്ടും ഈശോ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ആരെങ്കിലും ഒരുപക്ഷെ വഴിതെറ്റി പോവുകയോ വീണു പോവുകയോ സങ്കടപ്പെട്ടു പോവുകയോ ഞങ്ങളോ അങ്ങോ ഉദ്ദേശിക്കാത്ത രീതിയിൽ തെറ്റിപ്പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളിലൂടെ ഞങ്ങൾക്കുണ്ടായ എല്ലാ വേദനകളും ഈ സമയം, ഈ മണിക്കൂറിൽ അങ്ങ് ഏറ്റെടുക്കണമേ. ആ കുഞ്ഞുങ്ങളെ അങ്ങ് തന്നെ സ്നേഹിച്ച് വഴി നടത്തണേ. അങ്ങയുടെ അമ്മയായ ഞങ്ങളുടെ പ്രിയപ്പെട്ട പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ ഈ സമയം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നന്ദി പറയുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, മാതാവേ, ഞങ്ങൾ ഈ ആരാധനയുടെ സമയത്ത് ഈശോയെ നോക്കുമ്പോൾ അമ്മ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കണമേ. ആ കുഞ്ഞുങ്ങളെല്ലാം ഓർത്ത് ഈശോയെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെ, കൈക്കുഞ്ഞുങ്ങളെ, വിദ്യാർത്ഥിനികളെ, ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാം ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇരടികളോട് ചേർന്ന് നമ്മളൊരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം. ഈശോയ്ക്ക് നന്ദി പറയാം. നമുക്ക് നമ്മുടെ ജോലി മേഖലയും പഠന മേഖലയും പ്രത്യേകം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. ഈശോ, ജോലി മേഖലയിൽ അങ്ങ് 2025 തന്ന എല്ലാ അനുഗ്രഹത്തിനും ഞങ്ങൾ നന്ദി പറയാം. പുതിയൊരു ജോലിക്ക് ഞങ്ങൾ പ്രവേശിക്കാൻ പറ്റി. പുത്തനൊരു സ്ഥലത്തേക്ക്, പുതിയൊരു രാജ്യത്തേക്ക്, പുതിയൊരിടത്തേക്ക്, പുതിയൊരു മേഖലയിലേക്കൊക്കെ ജോലി ചെയ്യാനും ഞങ്ങളുടെ ജീവിതം അനുഗ്രഹമാക്കി തീർക്കാനും ഒക്കെ ഞങ്ങൾക്കൊരു വലിയ കൃപ തന്നെങ്കിൽ ഞങ്ങൾ നന്ദി പറയുകയാണ് ഈശോയെ. ഞങ്ങളുടെ പഠിത്തത്തിൻ്റെ പുതിയൊരു
സ്റ്റേജിലേക്ക് ഞങ്ങൾ എത്തി. പുതിയൊരു കോഴ്സ് ഈ കൊല്ലം ഞങ്ങൾ ആരംഭിച്ചു. ഈശോ ഞങ്ങളുടെ പഠനത്തിൻ്റെ അടുത്തൊരു ഗ്രേഡിലേക്ക് ഞങ്ങൾക്ക് ഉയരാൻ പറ്റി. എല്ലാത്തിനും നന്ദി പറയുകയാണ്. ഈശോ ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ജോലി മേഖലയിൽ അങ്ങ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തന്ന എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയാം. മക്കളെ ഈശോയിലേക്ക് നോക്കുക. പ്രത്യേകിച്ച് ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികളും കഴിഞ്ഞ 2025 നിങ്ങൾ ഏത് മേഖലയിലായിരുന്നോ പഠിച്ചുകൊണ്ടിരുന്നത്, ഏത് കോഴ്സ്, ഏത് ഗ്രേഡ്, ഈശോയ്ക്ക് എന്നെ ഓർത്ത് നന്ദി പറയുക. കഴിഞ്ഞൊരു വർഷക്കാലം പഠന മേഖലയിൽ നിങ്ങൾക്ക് ഈശോ തന്ന എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയുക. നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ ഈശോ അനുഗ്രഹിച്ചിട്ടുണ്ടാകും. ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ചിലപ്പോൾ നമ്മൾ മറന്നു പോകായിരിക്കും. ചിലപ്പോൾ പരീക്ഷയുടെ സമയമൊക്കെ ആകുമ്പോഴോ അല്ലെങ്കിൽ ആ റിസൾട്ട് വരുന്ന സമയമൊക്കെ മാത്രമേ ചിലപ്പോൾ ഈശോയെ ഓർക്കുന്നുണ്ടാവുള്ളൂ. നമ്മൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് ഈശോ അതെല്ലാം സ്നേഹത്തോടെ കാണുന്നുണ്ട്. പക്ഷേ 2025 അവസാനത്തെ മണിക്കൂറിൽ കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് ഈശോയ്ക്ക് നിങ്ങൾ നന്ദി പറഞ്ഞേ. ഈശോയെ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റി, ഞങ്ങളുടെ സ്കൂള്, ഞങ്ങളുടെ കലാലയങ്ങൾ, ഞങ്ങൾ പഠിച്ച കോളേജ്, ഞങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റി, ഞങ്ങൾ ചെന്നെത്തിയ രാജ്യം, ഇടങ്ങൾ എല്ലാം നിന്റെ കൃപ കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇതെല്ലാം സാധിച്ചത്. എല്ലാത്തിനും നന്ദി പറയുന്നു. ഒപ്പം തന്നെ മക്കളെ പ്രത്യേകിച്ച് ജോലി മേഖലയിൽ ചില ക്രൈസിസുകൾ നിങ്ങൾക്ക് ഉണ്ടായി. വേണ്ടത്ര സാലറി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ നിങ്ങൾക്ക് ജോലി പൂർത്തിയാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ജോലി മേഖലയിൽ ഒരു ഭീഷണി നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം. നിങ്ങളുടെ ജോലി ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയ ഒരു വർഷമായിരുന്നിരിക്കാം 2025. നിങ്ങളുടെ ഭവനം, നിങ്ങളുടെ കൃഷി മേഖല, നിങ്ങളുടെ ബിസിനസ് മേഖലയിലൊക്കെ ചിലപ്പോൾ സന്തോഷമായിരിക്കാം, ചിലപ്പോൾ ഒരു തകർച്ച വന്നൊരു വർഷമായിരിക്കാം. ഈശോയ്ക്ക് നന്ദി പറയാനൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ചങ്കിടിക്കുന്നുണ്ടാകാം. ബട്ട് ജസ്റ്റ് താങ്ക് യു കർത്താവെ. ഞാൻ ഇതുകൊണ്ടൊന്നും തോറ്റ് പിന്നോട്ട് പോയില്ല. കാരണം ഇതിനപ്പുറത്തേക്ക് എന്നെ പുത്തൻ പ്രതീക്ഷ നൽകി എന്നെ അനുഗ്രഹിക്കുന്ന അങ്ങേ കണ്ടാണ് ഞാൻ ആരാധിക്കുന്നത്. കുഞ്ഞുമക്കളെല്ലാം പ്രത്യേകിച്ച് പഠന മേഖലയിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ക്രൈസിസ് വന്നെങ്കിൽ ഈ സമയം ഒന്ന് ഈശോയോട് പ്രാർത്ഥിച്ചേ. കർത്താവെ, ഒരു തോൽവി നേരിടേണ്ടി വന്നു, ഞാൻ ഉദ്ദേശിച്ചൊരു റിസൾട്ട് എനിക്ക് വന്നില്ല, ഞാൻ പഠിക്കാൻ ആഗ്രഹിച്ചു, ഈ സ്ഥലത്തേക്ക് പോകണം, ഈ സ്ഥലത്ത് പോയി പഠിക്കണം, അത് സാധിച്ചില്ല, എത്രയോ നന്നായിട്ട് അധ്വാനിച്ചു, പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചൊരു റിസൾട്ട് അല്ല എനിക്ക് വന്നത്. കരഞ്ഞ് തളർന്നു പോയ ഒരു വർഷമായിരിക്കാം 2025. മക്കളെ ഈശോയ്ക്ക് കൊടുക്ക്. ദാനിയേലിന് കർത്താവ് കൊടുത്തതുപോലെ ഒരു തെളിഞ്ഞ ജ്ഞാനവും ബുദ്ധിയും എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്ക് നന്ദി പറയാം. ഈ സമയത്ത് പഠന മേഖലയിൽ നിങ്ങൾക്കുണ്ടായ ഉയർച്ചയും താഴ്ചയും എല്ലാം ഈശോയ്ക്ക് നന്ദിയോടുകൂടി ഓർത്ത് ഈശോ ഈ സമയം ഒരിക്കൽ കൂടി നമുക്ക് മഹത്വപ്പെടുത്താം. പാടി പ്രാർത്ഥിച്ചേ. കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഈശോയെ തന്നെ ഒന്ന് സ്നേഹത്തോടെ നോക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് നന്ദി പറയേണ്ടതുണ്ട്. ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി ഈശോയെ നോക്കിക്കേ. സങ്കടങ്ങളൊക്കെയാണ്, പക്ഷെ നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ആത്മീയ മേഖലയിൽ ഈശോ തന്ന വലിയ അനുഗ്രഹങ്ങളുണ്ട്. തിരുസഭയുടെ ഭാഗമായിട്ടൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റിയ വലിയ അഭിഷേകത്തിന്റെ ഒരു വർഷമായിരുന്നു 2025. ഒരു മഹാജൂബിലി വർഷമാണ്. ആ ഒരു വർഷം നമുക്ക് എന്തോരം നന്മകൾ ഈശോ തന്നു. പ്രത്യാശയുടെ ഒരു വർഷമായിട്ട് തിരുസഭ പ്രഖ്യാപിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്ദേശം അതാണ്. പ്രത്യാശയോടെ ജീവിക്കും. 2026 നമ്മൾ കടക്കാൻ വേണ്ടി ഒരുങ്ങുന്ന മണിക്കൂറുകളിലേക്കാണ് പ്രവേശിക്കാൻ പോകുക. പ്രത്യാശയുടെ ഒരു വർഷം പൂർത്തിയാക്കാൻ പോകുന്നു. ഇനി ആ പ്രത്യാശയുടെ വർഷം നമ്മൾ തുടരുകയാണ്. ഈ ഒരു വർഷം ഈശോ തന്ന എല്ലാ ആത്മീയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. നമുക്കൊരു അനുഗ്രഹീതനായ, നമ്മളെ നയിക്കാൻ വേണ്ടി ഒരു ആത്മീയ ആചാര്യനെ, ലിയോ 14 മാർപ്പാപ്പയെ ഈശോ നമുക്ക് തന്നൊരു വർഷമല്ലേ 2025. നമുക്ക് നന്ദി പറയാം.
നമ്മളെ നയിക്കാൻ, നമ്മുടെ തിരുസഭയെ നയിക്കാൻ, ഈ കാലഘട്ടത്തിൽ ഈ ആത്മീയ യാത്ര മുന്നോട്ട് തുടരാൻ വേണ്ടി ഈശോ തിരഞ്ഞെടുത്ത ഏറ്റവും നല്ല പാപ്പായ ഈ വർഷം ഈശോ നമുക്ക് തന്നേക്കാം. നന്ദി പറയാം. 2025 നിങ്ങളുടെ ഇടവകകളിൽ ഉണ്ടായ ഒരു ആത്മീയ മുന്നേറ്റങ്ങൾ നന്ദി പറയുക. 2025 ഈശോ തന്ന, നിങ്ങളുടെ കുടുംബത്തിൽ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. കൂദാശകൾ സ്വീകരിച്ച, പ്രത്യേകിച്ച് ആദ്യ കുർബാന ഈ വർഷം സ്വീകരിച്ച കുഞ്ഞുങ്ങൾ ഈ ആരാധനയിൽ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനത്തെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ ഈശോയ്ക്കൊന്ന് കൊടുത്ത് ഈശോ തന്ന വലിയ അനുഗ്രഹത്തിന് നന്ദി പറയും. ഈ കൊല്ലം നമ്മുടെ ഭവനത്തിൽ ജനിച്ച കുഞ്ഞു വാവകൾ, ഈ വർഷം മാമോദീസ മുങ്ങിയ നമ്മുടെ കുഞ്ഞുങ്ങൾ, ഏറ്റവും വലിയ ആത്മീയ അനുഗ്രഹം അതല്ലേ? തിരുസഭയുടെ ഭാഗമാകാൻ വേണ്ടി നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഈശോ പ്രിയപ്പെട്ടവരെ തിരഞ്ഞെടുത്തു. ഇപ്പം ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന അപ്പച്ചമാർ, അമ്മച്ചിമാർ, മാതാപിതാക്കള്, നിങ്ങളുടെ കയ്യിലൊരു കുഞ്ഞുവാവയുണ്ടെങ്കിൽ ഈ സമയം തന്നെ, ഈ തിരുമുഖ ദർശനം കാണുന്ന സമയത്ത് തന്നെ ആ കുഞ്ഞുങ്ങളുടെ ശിരസിലൊന്ന് കരങ്ങൾ വെച്ചൊന്ന് പ്രാർത്ഥിച്ച ഈ സമയത്ത്, കുഞ്ഞുവാവകൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഉദരത്തിൽ കുഞ്ഞുങ്ങളെ വഹിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാരുണ്ടെങ്കിൽ ഈ സമയം നിങ്ങളുടെ ഉദരത്തിൽ ഒരു കുരിശു വരച്ചൊന്ന് പ്രാർത്ഥിച്ച് ഈശോയുടെ തിരുമുഖത്തിന്റെ ആ ഒരു ശക്തി, ഈശോയുടെ വിശുദ്ധ കുർബാനയുടെ ശക്തി നിങ്ങളുടെ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളിലേക്കൊന്ന് പ്രവേശിക്കട്ടെ. നന്ദി പറയുക ഈ കുഞ്ഞുങ്ങളെ ഓർത്ത്. ആത്മീയ അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഈശോ തന്നതിനെ ഓർത്ത് നന്ദി പറയുക. ഈ 2025 നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായ ഒരു ആത്മീയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുക. പുത്തനൊരു അഭിഷേകം ഈശോ തന്നതിന് നന്ദി പറയുക. വളരെ പ്രധാനമായിട്ട് 2025 ഒത്തിരി പേർക്ക് വിശുദ്ധ ഗ്രന്ഥം പൂർണ്ണമായിട്ടൊന്ന് വായിക്കാൻ ഈശോ അനുഗ്രഹം തന്നു. കർത്താവ് തെരഞ്ഞെടുത്ത അവിടുത്തെ ദാസൻ പ്രിയപ്പെട്ട ഡാനിയേലച്ചനിലൂടെ നമുക്ക് ഈ ഒരു വർഷം വിശുദ്ധ ഗ്രന്ഥം പൂർണ്ണമായിട്ട് ഈ 365 ദിവസവും ഒന്ന് വായിച്ച് പൂർത്തിയാക്കാൻ ഈശോ ഒത്തിരി പേരെ അനുഗ്രഹിച്ചു. ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. വചനപ്രഘോഷ മേഖലയിൽ ഈശോ നിങ്ങളെ അനുഗ്രഹിച്ചെങ്കിൽ, തിരുസഭയോട് ചേർന്നുള്ള ശുശ്രൂഷകളിൽ കർത്താവ് നിങ്ങൾക്ക് പുത്തൻ വാതിലുകൾ തുറന്നു തന്നിരുന്നെങ്കിൽ, ഈശോ പുത്തൻ അവസരങ്ങൾ കർത്താവിനെ പ്രഘോഷിക്കാൻ, കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിൽ തന്നെങ്കിൽ എല്ലാത്തിനും നന്ദി പറയുക. ഈരടികളോട് ചേർന്ന് നമ്മൾ ഒരിക്കൽ കൂടി ഈശോയെ ആരാധിക്കുകയാണ്. നന്ദി എൻ്റെ ഈശോയെ. എല്ലാ ആത്മീയ അനുഗ്രഹങ്ങൾക്കും ഭൗതിക അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയാം. പ്രാർത്ഥിച്ചു. ചേർന്ന് പാടാം. രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാമോ? ഈശോയെ തന്നെ നോക്കുക. രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുക. നന്ദി പറയണം. ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മളിങ്ങനെ ഈ ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ പോലും ചിലതൊക്കെ മറന്നുപോയി കാണും. ഈശോയെ എല്ലാം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിലും കൂടെ അപ്പാ വി താങ്ക് യു. എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയാം. നമുക്ക് രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. അല്പസമയം നമ്മളൊന്ന് സ്തുതിച്ച് ഈശോയുടെ ഈ സാന്നിധ്യത്തെ, നമ്മളെ ഈ ഒരു വർഷം മുഴുവൻ കണ്ട ഈശോയെ നമ്മളൊന്ന് നോക്കി ഒന്ന് ആരാധിക്കാൻ വേണ്ടി പോകണം. അവിടുത്തെ സ്നേഹിച്ച് അവിടുത്തെ നോക്കിയവർക്ക്, അവിടുത്തെ ഓർത്തവർക്കെല്ലാം ഈശോ ഒത്തിരിയധികം ഇരട്ടിയായിട്ട് അനുഗ്രഹങ്ങൾ തരും. രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. എല്ലാവരും ചേർന്ന് നിങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന നിങ്ങളുടെ കൂട്ടായ്മകൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങൾ, നിങ്ങളുടെ ഹോസ്റ്റൽ മുറികൾ, നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങൾ എല്ലാം ഈശോയുടെ സ്തുതികളാൽ ഉയരട്ടെ. ഈ പരിശുദ്ധ അമ്മയോട് ചേർന്ന്, വിശുദ്ധരോടും മാലാഖമാരോടും ചേർന്ന് മക്കളെ, ലോകം മുഴുവൻ വലിയ ആഘോഷങ്ങളുടെ മണിക്കൂറുകളിലൂടെ കടന്നു പോകണം. പക്ഷേ ഈശോ തെരഞ്ഞെടുത്ത ഈശോയുടെ പ്രിയപ്പെട്ട മക്കൾ ഈശോയെ ആരാധിക്കുകയാണ്. നമുക്ക് അതരം തുറന്ന് കരങ്ങൾ രണ്ട് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. എല്ലാവരും ചേർന്നൊന്ന് സ്തുതിച്ച് പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, മക്കളോട്, ദൂരദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഒരു ആത്മീയ കൂട്ടായ്മയിൽ ഈശോയെ ആരാധിക്കട്ടെ. നിങ്ങളുടെ ഇടവക സമൂഹത്തെ മനസ്സിൽ ഓർത്തുകൊണ്ട്, തിരുസഭയിലെ എല്ലാ കൂട്ടായ്മകളെയും മനസ്സിൽ ഓർത്തുകൊണ്ട് ഈശോയെ ആരാധിക്കട്ടെ.
നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരെ ആത്മീയ കൂട്ടായ്മയിൽ ചേർത്ത് പിടിച്ച്, നിങ്ങളുടെ കൂടെ പഠിക്കുന്നവർ, നിങ്ങളുടെ കൂടെ ശുശ്രൂഷ ചെയ്യുന്നവർ, നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നവർ, ഈശോയെ അവരെല്ലാം ചേർത്ത് പിടിച്ച് ഞങ്ങൾ ആരാധിക്കുകയാണ്. മാതാപിതാക്കളെ, പ്രിയപ്പെട്ടവരെ, ഈശോയെ ഞങ്ങളുടെ ജീവിത പങ്കാളി, മക്കള്, മരണം മൂലം ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയവര് എല്ലാവരെയും ഒരു ആത്മീയ കൂട്ടായ്മയിൽ ചേർത്തുകൊണ്ട് ഈ സമയം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ നന്ദി. ആരാധന 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 ആരാധന. ഈശോയെ നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തുതി പാടുകയാണ്. നന്ദിയോടെ ഞങ്ങൾ അങ്ങേ ഓർക്കുകയാണ്. അങ്ങ് തന്ന എല്ലാ അനുഗ്രഹത്തിലും 2025 12 മാസങ്ങളിലൂടെ ഓരോ മണിക്കൂറിലും ഓരോ നിമിഷവും ഓരോ ശ്വാസോച്ഛ്വാസത്തിലും അങ്ങ് തന്ന അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. ഉയർച്ചകൾക്ക്, താഴ്ചകൾക്ക്, വീഴ്ചകൾക്ക് കൈപിടിച്ചതിന് ഈശോയെ എല്ലാത്തിനും നന്ദി പറയുന്നു. ഞങ്ങളുടെ കാല് വഴുതുന്നു എന്ന് തോന്നിയ സമയത്തും അങ്ങ് ഞങ്ങളുടെ കരം പിടിച്ചതിന് നന്ദി പറയുന്നു. എല്ലാം തീർന്നു എന്ന് തോന്നിപ്പോയ സമയത്തും അപ്പാ നിന്റെ കരം നീണ്ടതിനെ ഓർത്ത് നന്ദി പറയുന്നു. പാപത്തിന്റെ പടുകുഴിയിൽ കിടന്ന് ഞങ്ങള് എന്ത് ചെയ്യണമെന്നറിയാതെ നിരാശപ്പെട്ടപ്പോ, വീണുപോയപ്പോ ആ പടുകുഴിയിലേക്ക് മുറിവേറ്റ നിന്റെ കരം നീട്ടി ഞങ്ങളെ പൊക്കിയെടുത്തതിന്, നെഞ്ചോട് ചേർത്ത് പിടിച്ചതിന് ഈശോയെ നന്ദി പറയുന്നു. എല്ലാ നിരാശകളിൽ നിന്ന്, ഡിപ്രഷനിൽ നിന്ന്, ആത്മഹത്യാ ചിന്തകളിൽ നിന്ന് ഞങ്ങളെ ഉയർത്തിയെടുത്തതിനപ്പാ ആയിരം സ്തോത്രം ആലപിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഈശോയെ ആരാധന 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 ആരാധന. ചേർന്ന് പാടി പ്രാർത്ഥിക്കുകയാണ് നമ്മൾ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എല്ലാ നന്മകൾക്കും. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് ഈരടികൾ നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. നന്ദിയോടെ ഞാൻ പാടി പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ ആരാധന. ഈശോയെ എല്ലാരും ചേർന്ന് നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിലും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിലും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. സങ്കീർത്തനം 103 അതിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ ഇങ്ങനെയാണ്: എൻ്റെ ആത്മാവേ കർത്താവിനെ മഹത്വപ്പെടുത്തുക, അവിടുന്ന് തന്ന അനുഗ്രഹം ഒന്നും മറക്കരുത്. രണ്ടാമത്തെ വാക്യം ഒരിക്കൽ കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്: എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ കർത്താവിനെ മഹത്വപ്പെടുത്തുക. നന്ദിയുടെ ഒരു മണിക്കൂർ നമ്മൾ പൂർത്തിയാക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ തന്നതൊന്നും മറക്കരുത്. അവിടുത്തെ നന്ദി പറഞ്ഞ് അവിടുത്തെ ആരാധിക്കുക. വിശുദ്ധ ഗ്രന്ഥം നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഈ വചനഭാഗം ഒന്ന് എടുക്കുക. 105 സങ്കീർത്തനം. നിങ്ങളിന്ന് ആരാധന പൂർത്തിയാക്കി വിശുദ്ധ ബലിയൊക്കെ അർപ്പിച്ച് കിടക്കാൻ പോകുമ്പോൾ, ഒരു പുതിയ പ്രഭാതത്തിൽ, ഒരു പുതിയൊരു വർഷത്തിലാണ് നിങ്ങളൊരു പുത്തൻ പുലരിയുടെ അകമ്പടിയിലേക്കാണ് നിങ്ങൾ ചിലപ്പോൾ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇന്ന് രാത്രി പോവുക. അല്പസമയം നമ്മൾ ഈ പുതിയൊരു വർഷത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാൻ വേണ്ടി പോവാം. വലിയൊരു പ്രത്യാശയുടെ, വലിയൊരു അഭിഷേകത്തിൻ്റെ വർഷമായിട്ട് തീരണം. നന്ദി പറയാൻ വേണ്ടി ഈ ഒരു മണിക്കൂർ ഈശോ നമുക്ക് തന്നു. 105 സങ്കീർത്തനം ഒന്ന് എടുക്കാം. വിശുദ്ധ ഗ്രന്ഥം അടുത്തുണ്ടെങ്കിൽ ഈ ഒരു വചനഭാഗം 105 സങ്കീർത്തനം മുഴുവനായിട്ടൊന്ന് വായിച്ച് പ്രാർത്ഥിച്ചിട്ട് മടങ്ങുന്നത് നല്ലതായിരിക്കും. ഇസ്രായേലിനെ നയിച്ച ദൈവം, ഇസ്രായേലിനെ വഴി നടത്തിയ ദൈവത്തെക്കുറിച്ചാണ്. അതിൻ്റെ ഒരു ആദ്യത്തെ 1-2 വാക്യങ്ങൾ വായിച്ച് നമ്മൾ ആരാധന തുടരുകയാണ്. അഭിഷേകത്തിൻ്റെ വലിയൊരു മണിക്കൂറിലേക്ക് നമ്മൾ ഇനിയും പ്രവേശിക്കാം. നമ്മുടെ ശരീരവും ആത്മാവും മനസ്സും എല്ലാം ഉപയോഗിച്ച് ഈ 2 മണിക്കൂർ 2-3 മണിക്കൂറുകൾ കർത്താവിൻ്റെ കൂടെ. 105 സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ വാക്യം ഒരു വലിയ സ്നേഹത്തിൻ്റെ ആഹ്വാനമാണ്: കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവൻ. 2 കാര്യങ്ങൾ ശ്രദ്ധയോടെ അത് മനസ്സിലാക്കുക. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുക, നമ്മളതിപ്പോൾ ചെയ്തു അല്ല, ഈശോയ്ക്ക് നന്ദി പറഞ്ഞു, എല്ലാ കാര്യത്തിനും നന്ദി പറഞ്ഞു. രണ്ടാമത്തെ ഒരു കാര്യം ഇതാണ്: അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുക, കോൾ ഓൺ ഹിസ് നെയിം. കർത്താവിൻ്റെ നാമം വിളിച്ചു പ്രാർത്ഥിക്കുക എന്നാണ്. നമ്മളിപ്പോൾ ഈ ഒരു കുറച്ച് നിയോഗങ്ങളൊക്കെ പറഞ്ഞു, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടൊക്കെ.
ഇതെല്ലാം അനുഗ്രഹമായി മാറുന്ന എപ്പോഴാണെന്നറിയോ? ഈശോയുടെ തിരുമുഖം ഇവിടെ നിൽക്കുന്ന നമ്മളെ ഈശോയുടെ ദിവ്യ കാരുണ്യത്തിൽ നിന്ന് ഈശോയ്ക്ക് നമ്മളോട് പറയാനുള്ളതാണ്. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളെല്ലാം സംഭവിക്കാൻ പോകുന്നത്, നമ്മുടെ നിയോഗങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ, അത് ആത്മീയമാവട്ടെ ഭൗതികമാവട്ടെ, ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നത് ഈശോയുടെ നാമത്തിലാണ്. ഇവിടെ പത്രോസ്ലീഹ തന്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ച് കഴിയുമ്പോൾ പറയുന്നൊരു കാര്യമില്ലേ? ഈശോയിലുള്ള വിശ്വാസമാണ്, ഈശോയുടെ നാമത്തിലുള്ള വിശ്വാസമാണ് ഇയാളെ സൗഖ്യപ്പെടുത്തിയത്. ആ ബോധ്യം നിറഞ്ഞുകൊണ്ടാണ് പത്രോസ്ലീഹ തന്റെ ആദ്യത്തെ പ്രസംഗത്തിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആവർത്തിച്ച് പറയുക, സ്വർഗത്തിലോ ഭൂമിയിലോ പാതാളത്തിലോ ആകാശത്തിന് കീഴേ മനുഷ്യരുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവുമില്ല ഈശോയുടെ നാമമല്ലാതെ. അതുകൊണ്ട് ഈ രാത്രിയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുത്തനൊരു വർഷത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഒരു വലിയ തീരുമാനം എടുത്തേ, ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ തീരുമാനിക്കും. നമ്മൾ ഈശോയോട് നന്ദി പറഞ്ഞു, അതോടൊപ്പം തന്നെ ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത്. എന്ന് വെച്ചാൽ യാചിക്കുക എന്നല്ല, ഈശോ മുമ്പേ അത് തരണേ ഇത് തരണേ എന്നല്ല. നമ്മൾ നമ്മുടെ അപ്പനോട്, നമ്മുടെ പിതാവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയണം. അതെങ്ങനെ പ്രാർത്ഥിക്കണം? ഈശോ തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ ആവർത്തിച്ച് പറയുന്നില്ലേ, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും അത് തരും. ഒരു വർഷം ഇനി ഒരു സ്വപ്നങ്ങൾ ഉണ്ടാവില്ലേ നിങ്ങളുടെ മുമ്പിൽ? 2026 കുറെ പ്ലാനുകൾ, പദ്ധതികൾ, അത് ആത്മീയമാകാം ഭൗതികമാകാം, ചില മാറ്റങ്ങൾ വരുത്തണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. അത് ഇന്ന് ഈ രാത്രിയിൽ ഈ ആരാധനയുടെ സമയത്ത് ഈശോയുടെ തിരുമുഖത്തിന്റെ മുമ്പിൽ നിന്ന്, ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നിന്ന് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കണം. അതൊരു വലിയ ആഹ്വാനമാണ്. ഈശോയ്ക്ക് നന്ദി പറയുക, ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുക. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അവിടുത്തെ പ്രവർത്തികൾ ജനതകളുടെ ഇടയിൽ ഉദ്ഘോഷിക്കുക. 2026 നമ്മൾ കടക്കാനുള്ള ഏറ്റവും അടുത്ത ഈ മണിക്കൂറിൽ നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്, ഐ വിൽ പ്രൊക്ലൈം ദ നെയിം ഓഫ് ജീസസ്. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുക മാത്രമല്ല, ഈശോയുടെ നാമം മഹത്വപ്പെടുത്തും, ഈശോയുടെ നാമം പ്രഘോഷിക്കും. അതിങ്ങനെ ഒരു മൈക്ക് പിടിച്ചിട്ടോ ഒക്കെ പ്രഘോഷിക്കണം എന്നല്ല പറയണം. എല്ലാ കാര്യത്തിനും നമ്മൾ ഈശോയ്ക്ക് മഹത്വപ്പെടുത്തുക. വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോള പറയുന്ന ഒരു കാര്യമില്ല, ഒരു ലത്തീൻ ഫ്രേസ് ഇങ്ങനെയാണ്, ആത്മയോരം ദൈ ഗ്ലോറിയാം, എല്ലാം ദൈവത്തിന്റെ ഉപരി മഹത്വത്തിന്, എവറിത്തിങ് ഫോർ ദ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ഗോഡ്. 2026 ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹമാകണമെങ്കിൽ ഈ ആരാധന സമയത്ത് ഈശോയുടെ തിരുമുഖത്തിൽ നിന്ന് തന്നെ ആ സ്വരം കേൾക്കുന്നതായിട്ട് നിങ്ങൾ സ്വീകരിക്കുക. അച്ഛൻ്റെ നാവിൽ നിന്ന് വരുന്ന ഒരു വാക്കായിട്ടല്ല, ഈശോയുടെ തിരുമുഖത്തിൽ നിന്ന് നിങ്ങൾ ഇതൊരു സ്വീകരിച്ച് അവിടുത്തെ നാമം, അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുക, അവിടുന്ന് ചെയ്ത വൻ കാര്യങ്ങൾ പ്രഘോഷിക്കുക. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങിയാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടും അപ്പുറത്ത് 2026 വിൽ ബി എ ബ്ലെസ്സിങ്. 2026 മഹത്തായ ഒരു വർഷമായിട്ട് നമുക്ക് മാറും. ഇത് നമ്മൾ ചിലപ്പോൾ എല്ലാ വർഷവും കേൾക്കുന്നതല്ലേ, എല്ലാ വർഷവും ഇത് നല്ലതാകും എന്നൊക്കെ കേൾക്കുന്നതല്ലേ. ഈ വർഷം കൃത്യമായും ഉറപ്പായും അനുഗ്രഹമായി മാറും. തീരുമാനം ഇങ്ങനെ എടുക്കുക, കർത്താവിന് നന്ദി പറയുക, അവിടുത്തെ നാമത്തിൽ പ്രാർത്ഥിക്കുക, അവിടുത്തെ മഹത്വം ഉദ്ഘോഷിക്കുക. ചേർന്ന് പറയാം ഹല്ലേലൂയാ. വലതുപുരോർത്തി ഉറക്കെ എല്ലാവരും ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ആ വചനത്തിന്റെ അടുത്ത വാക്യം ഇങ്ങനെയാണ്, 2ാമത്തെ വാക്യം. ഇതനുസരിച്ചുകൊണ്ട് നമ്മൾ പുത്തനൊരു മണിക്കൂറിലേക്ക് കടക്കാം. അവിടുത്തേക്ക് ഗാനം ആലപിക്കുവൻ, സ്തുതിഗീതങ്ങൾ ആലപിക്കുവൻ, അവിടുത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കുവൻ. വചനം ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടെ. 105 സങ്കീർത്തനം 2ാം വാക്യം. അവിടുത്തേക്ക് ഗാനം ആലപിക്കുക, സ്തുതിഗീതങ്ങൾ ആലപിക്കുക, അവിടുത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കുക. കർത്താവ് ചെയ്ത എല്ലാ കാര്യങ്ങളെയും മഹത്വപ്പെടുത്തി പാടി ആരാധിക്കുക. നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിക്കും. നിങ്ങൾ വല്ല യാത്രയിലൊക്കെ ആണെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കരുത് കേട്ടോ. ചിലപ്പോൾ നമ്മുടെ വീട്ടിലായിരിക്കുമല്ലോ മിക്കവരും, ഈ രാത്രിയിൽ ഭവനങ്ങളിലായിരിക്കും. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് ഈ സമയം നമ്മുടെ പ്രാർത്ഥനാ ഗാന സംഘത്തോട് ചേർന്ന് നമ്മൾ ഈശോ എന്ന കരങ്ങളൊക്കെ ഒന്ന് അടിച്ച് മഹത്വപ്പെടുത്തി ആരാധിക്കാൻ പോവാണ്. ഇതുവരെ നടത്തിയതിനും നന്ദി പറയുന്നു, ഇനി നടത്താൻ പോകുന്നതിനും നന്ദി പറയുന്നു. നമ്മുടെ എല്ലാം മനസ്സിൽ കോറിക്കിടക്കണ ഒരു വലിയ നന്ദിയുടെ പാട്ടല്ലേ ഇത്. ഇതുവരെ നടത്തിയ ദൈവത്തെ, ഇത്രത്തോളം വിജയം തന്ന കർത്താവിന്. പാട്ടുകളൊക്കെ പാടുമ്പോൾ ഈശോയെ ആരാധിക്കുമ്പോഴെല്ലാം നമ്മൾ ഓർക്കേണ്ടതാണ്, നടത്തിയത് കർത്താവാണ്. കർത്താവ് നടത്തിയ വഴികളൊക്കെ ഓർക്കുമ്പോൾ കണ്ണ് നിറഞ്ഞല്ലാതെ എങ്ങനെ ആരാധിക്കാൻ വേണ്ടി പറ്റും? നമുക്ക് അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു ഒരുങ്ങാം. നിങ്ങളുടെ 2 കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈശോയെ തന്നെ നോക്കുക. കർത്താവെ, ഞങ്ങളുടെ ശരീരവും ഞങ്ങളുടെ മനസ്സും ഞങ്ങളുടെ ആത്മാവും ഒക്കെ ഉപയോഗിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ചിലപ്പോൾ വീട്ടിൽ ഞങ്ങൾ ഒറ്റയ്ക്കായിരിക്കും, പക്ഷെ ഇപ്പോൾ എല്ലാം മറന്നൊന്ന് ആരാധിച്ചേക്കും. കൂടെയുള്ളവരെയൊക്കെ അടുത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് കരങ്ങളൊക്കെ ഒന്ന് അടിച്ച് ഈശോയെ മഹത്വപ്പെടുത്തി നമ്മൾ ആരാധിക്കാൻ പോവാണ്. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഈ ഒരു മണിക്കൂറിലെ ആരാധന ഇനി മുമ്പോട്ട് പോവേണ്ടത് കർത്താവിനെ മഹത്വപ്പെടുത്താനും ഇനിയൊരു പുതിയ വർഷത്തിൽ എങ്ങനെ കർത്താവ് ആഗ്രഹിക്കുന്നോ അതുപോലെ നടക്കണം. അത് ആരാധനയോടെ, അഭിഷേകത്തോടെ നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങാം.
ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുളിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുളിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുളിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. നന്ദി പറഞ്ഞുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. ചേർന്ന് പാടാം. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ ദിനം ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ ദിനങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഈശോയെ, ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയുടെ ഈ പരിശുദ്ധ സാന്നിധ്യത്തെ വണങ്ങുകയും ആരാധിക്കുകയും ചെയ്യുന്ന സമയമാണ്. ഞങ്ങളിത് ഏറ്റുപറയുന്നു. ഒരു ഗാനരൂപത്തിൽ മാത്രമല്ല, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും കൂടെ ഞങ്ങളത് വിളിച്ചു പറയുകയാണ്. നിന്നതല്ല ഞങ്ങൾ, അങ്ങ് ഞങ്ങളെ നിർത്തിയതാണ്. പ്രിയപ്പെട്ട മക്കളെ, കരങ്ങൾ രണ്ടും നെഞ്ചോട് ഒരിക്കൽ കൂടി ചേർത്ത് പിടിക്കാം. അല്പസമയം സ്വസ്ഥമായിട്ട് നമുക്കിരിക്കാം, കണ്ണുകൾ തുറന്ന് ഈശോയെ തന്നെ നോക്കിക്കൊണ്ട്. ഈരടികൾ നമ്മൾ ഇങ്ങനെയാ പാടിയത്, നിന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാണ്. ഈശോയെ, സത്യമായും ഞങ്ങളത് ഏറ്റുപറയുന്നു. ഞങ്ങൾ നിന്നതല്ല, അങ്ങ് നിർത്തിയതാണ്. ഞങ്ങൾ നടന്നതല്ല, അങ്ങ് ഞങ്ങളെ തോളിലെടുത്ത് അങ്ങ് നടന്നതാണ്. നേടിയതല്ല, അങ്ങ് തന്നതാണ്. എല്ലാത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു, അങ്ങേ ആരാധിക്കുന്നു. ഒരു വലിയ പ്രത്യാശയോടുകൂടി ഈശോയെ പുതിയൊരു വർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. 2025 അങ്ങ് ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളുടെ ഒരു കണക്കെടുക്കുമ്പോൾ ഈശോയെ ഉറപ്പായും ഞങ്ങൾ ഓർത്തിരിക്കാൻ പോകുന്നു. ഒരായുഷ്കാലം മുഴുവൻ ഓർത്തിരിക്കാൻ പോവാണ്. ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ വിളക്കനൊരേ കുഞ്ഞു ദേവാലയത്തിൽ അങ്ങയുടെ വലിയ അടയാളം കണ്ട ഈ സ്ഥലത്ത് അങ്ങേ ആരാധിക്കാൻ അങ്ങ് തന്ന ഈ അനുഗ്രഹത്തെ ഒരായുഷ്കാലം മുഴുവൻ ഞങ്ങൾ നന്ദിയോടെ ഓർക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുക. വലിയ പ്രത്യാശയോടുകൂടി ഞങ്ങൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. അങ്ങേ ആരാധിക്കുന്ന ഈ മണിക്കൂറിലും ഇനി ഉടനെ ഞങ്ങൾ പരിശുദ്ധ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം സർവശക്തനെ 2026 നിൽക്കാൻ, 2026 ഓടാൻ, 2026 അധ്വാനിക്കാൻ ഞങ്ങൾക്ക് മറ്റൊരാളുടെയും സഹായം വേണ്ട. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുകയാണ്. സങ്കീർത്തനം 71 ഇങ്ങനൊരു പ്രാർത്ഥന ഉണ്ട്. നമ്മളത് വായിക്കുന്നു. കർത്താവേ, അങ്ങാണെൻ്റെ പ്രത്യാശ, ചെറുപ്പം മുതൽ അങ്ങാണെൻ്റെ ആശ്രയം, ജനനം മുതൽ ഞാൻ അങ്ങയെ ആശ്രയിച്ചു, മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണ് എന്നെ പുറത്തെടുത്തത്.
പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഈശോയോട് നമ്മൾ ഇന്ന് ഈ ആരാധനയുടെ ഈ പ്രത്യേക സമയത്ത് പ്രഖ്യാപിക്കേണ്ടതാണ്, കർത്താവേ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ പ്രത്യാശ. ലോകമല്ല, ലോകത്തിലെ ബലമല്ല, ലോകത്തിൻ്റെ ആരോഗ്യമല്ല, ലോകത്തിൻ്റെ സമ്പത്തോ ലോകത്തിൻ്റെ പ്രോത്സാഹനങ്ങളോ അല്ല, അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. 2026 നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇന്ന് ഈ ആരാധനയുടെ മുൻപിൽ വെച്ച് നമ്മൾ ഈശോയുടെ മുമ്പിൽ എടുക്കേണ്ട ആദ്യത്തെ പ്രോമിസ്, ആദ്യത്തെ ഒരു തീരുമാനമാണ്, കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ കൊടുക്കേണ്ട ഒരു വചനത്താലുള്ളൊരു വാക്കാണത്, അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. വചനം സാക്ഷ്യപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ചെറുപ്പം മുതൽ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഉരുവായ സമയം മുതൽ അങ്ങാണ് എൻ്റെ പ്രത്യാശ. ഈശോയോട് പറയുക, ഈശോയെ 2026 അങ്ങേ മാത്രം ഞാൻ ആശ്രയിക്കും. ഈശോയിലേക്ക് തന്നെ നോക്കുക, ഈശോയെ തന്നെ നോക്കി. കർത്താവിൻ്റെ ആ തിരുസാന്നിധ്യം നമുക്ക് നമ്മുടെ വിശുദ്ധ കുർബാനകളിൽ ജീവിക്കുന്ന ഈശോയെ നമ്മളെപ്പോഴും കാണുന്നതാണ്, നമ്മൾ സ്വീകരിക്കുന്നതാണ്. എന്നാൽ ഈ കുഞ്ഞു ദേവാലയത്തിൽ ഈശോ കാണിച്ച ഒരു വലിയ അടയാളത്തിൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. ആ തിരുമുഖ ദർശനം നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കുരിശിൻ്റെ വഴി പ്രാർത്ഥനകളൊക്കെ എങ്ങനെ പ്രാർത്ഥിക്കുന്നില്ലേ? വേറോനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഒരു വലിയ ഐതിഹ്യം, ഒരു പാരമ്പര്യത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ മുതൽ അവളുടെ കയ്യിൽ ആ തുവാലയിൽ ഈശോയുടെ മുഖം പതിഞ്ഞു എന്ന്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ, നമ്മുടെ ഈ നൂറ്റാണ്ടുകളിലൊക്കെ നമ്മൾ കണ്ട വലിയ ഒരു അടയാളം കൂടിയാണ്. ടൂറിലെ കച്ചയിൽ ഈശോയുടെ ആ ശരീരത്തേക്ക് അതിൻ്റെ ഒരു അടയാളങ്ങളൊക്കെ നമ്മൾ കണ്ടതും എല്ലാം എന്തോരെ നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈശോയുടെ തിരുമുഖത്തിൻ്റെ ചിത്രങ്ങൾ. പക്ഷെ ഇവിടെ വിശുദ്ധ കുർബാനയിൽ നിങ്ങൾക്ക് ഈശോയുടെ മുഖം കാണാമെന്ന് മാത്രമല്ല, നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈശോയെ കാണാം. ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഫേസ്. ആ മുഖത്തേക്ക് മാത്രം, ഈശോയുടെ ആ തിരുമുഖത്തേക്ക് മാത്രം ഒന്ന് ആ കരുണയോടെ ഈശോ നോക്കുന്നത് നിങ്ങളൊന്ന് സ്നേഹത്തോടെ നോക്കിക്കേ. ഈ കുഞ്ഞു ദേവാലയത്തിൽ എത്രയോ ആയിരം ആളുകൾ ഇവിടെ ഈ തിരുസാന്നിധ്യത്തിന് മുമ്പിൽ വന്ന് മുട്ടുകുത്തി നിന്ന് നിറഞ്ഞ കണ്ണുകളോടെ, സങ്കടത്തിന്റെ കണ്ണുകളല്ല അത്, ആനന്ദത്തിൽ ഈശോയെ 2 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഗലീലിലും കഫർനാമിലും ജെറുസലേമിലും ഒക്കെ നിന്റെ കൂടെ ഉണ്ടായിരുന്നവർ, ഒരുപക്ഷെ നിന്നെ ആരാധിച്ചവരോ നിന്നെ സ്നേഹിച്ചവരോ ഇനി നിനക്കെതിര് പോയവർ പോലും കണ്ട ആ മുഖം, വേറോനിക്ക കണ്ട മുഖം, പരിശുദ്ധ അമ്മ കണ്ട മുഖം, പത്രോസും പൗലോസും യോഹന്നാനും കണ്ട മുഖം, പ്രിയപ്പെട്ട ശിഷ്യ സമൂഹവും ഈശോയെ നിന്റെ കൂടെ നടക്കാൻ ഭാഗ്യം ലഭിച്ചവരൊക്കെ കണ്ട ആ മുഖം കാണാൻ ഭാഗ്യം ലഭിച്ചത് ഞങ്ങൾക്കാണല്ലോ. ഈശോയെ, വീണ്ടും വീണ്ടും ഞങ്ങൾ പറയുന്നു, ഈ ദാനത്തിന് നന്ദി. ഈ മുഖത്ത് നോക്കി ഞങ്ങളൊരു തീരുമാനം എടുക്കുകയാണ്, അങ്ങാണ് ഞങ്ങളുടെ പ്രത്യാശ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഈശോയിലേക്ക് നോക്കിയത് മൗനമായിട്ട് നിങ്ങളൊന്ന് പറഞ്ഞേ, മനസ്സിലതൊന്ന് പറഞ്ഞേ. നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടി, ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നില്ലാത്ത നിങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്, സൗഹൃദങ്ങൾ, ബന്ധുമിത്രാദികളൊക്കെ ഉണ്ടാവും, അവർക്ക് വേണ്ടിയും കൂടെ നിങ്ങളിതൊന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേ. കർത്താവേ, അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ പ്രത്യാശ. നമ്മൾ ചിലപ്പോൾ മനുഷ്യരെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പറയില്ലേ, നീയാണ് എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത്, നീയാണ് എനിക്കെല്ലാം, നീ കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ആ മനുഷ്യരൊക്കെ നമ്മളെ നിരാശയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളെ പറ്റിക്കാത്ത, നിങ്ങളെ നിരാശപ്പെടുത്താത്ത ഈശോയെ നോക്കിയിട്ട് പറയാം, കർത്താവേ, അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നില്ലേ, റോമ 5:5, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പ്രത്യാശ ഈശോയാണ്. ആ ഈശോ നിന്നെ നിരാശപ്പെടുത്തില്ല. കരങ്ങളൊന്ന് കൂപ്പി പിടിക്കും, തിരുമുഖത്തേക്ക് മാത്രം നോക്ക്. ഈശോയെ നമ്മളൊന്ന് ആരാധിക്കുകയാണ്. ഈ സമയത്തെല്ലാം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ആത്മാവ്, നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഒരു ഇരടികളില്ലേ, പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പഴയ നിയമത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണത്, നിയമാവർത്തനം 6:4 മുതൽ, ഇസ്രായേലെ കേൾക്കുക, നിന്റെ ദൈവമായ കർത്താവ് ഏക ദൈവം, ആ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടുകൂടി ആരാധിക്കുക. കർത്താവിനെ ആരാധിച്ചാൽ അവിടുന്ന് അനുഗ്രഹങ്ങൾ വാരിക്കോരി തരും. ഈ 2026 അഭിഷേകമാകാൻ, ബ്ലെസ്ഡ് ആവാൻ പോകുന്നത് ഈ മൊമെന്റ് മുതലാണ്. നീ ആരാധിക്കാൻ തീരുമാനിച്ചോ, നിന്നെ അനുഗ്രഹിക്കും. നമ്മൾ പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, ഓർക്കുന്നതാണ് ആരാധന. ഈശോ തന്നതെല്ലാം ഓർക്കുക, ഈശോ ചെയ്തതെല്ലാം ഓർക്കുക. ആരാധിക്കുന്നവനെ കർത്താവ് അനുഗ്രഹിക്കും. ദാനിയേൽ പ്രവാചന പുസ്തകം അവസാനിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, 14-ാമത്തെ അധ്യായത്തിൽ ഒരു സിംഹക്കുഴിയിലായിരുന്നു കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പേടിച്ചു പോയ ദാനിയേലിനെ, ഒറ്റയ്ക്കായി പോയ ദാനിയേല് കർത്താവിൻ്റെ ഒരു സാന്നിധ്യം, ഒരു അത്ഭുതം പോലെ കിട്ടിക്കഴിയുമ്പോൾ
പറയുന്നുണ്ട്, കർത്താവേ അങ്ങ് എന്നെ ഓർത്തല്ലോ, അങ്ങേ ഓർക്കുന്നവരെ അങ്ങ് മറക്കില്ല, അങ്ങ് അവരെ അനുഗ്രഹിക്കും, അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് അനുഗ്രഹിക്കും. മക്കളെ, ഈശോയെ നോക്കിയിട്ടത് പറ, കർത്താവേ ഞാൻ നിന്നെ ഓർത്തു എന്ന് മാത്രമല്ല, നീ എന്നെ ഓർക്കുന്നത് ഓർത്ത് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കാം. ഇരടികളോട് ചേർന്ന് നമുക്ക് പാടി ഈശോയെ ഈ സമയത്ത് ആരാധിക്കാം. പ്രാർത്ഥനയോടെ ഈശോ ഈശോയെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കും. നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഒന്ന് പ്രതിഷ്ഠിക്കാം. നമ്മുടെ ജീവിതാവശ്യങ്ങളെല്ലാം ഈശോയെ കൊടുക്കാം. പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വർഷം അവസാനിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വർഷം ആരംഭിക്കുന്നു. നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വർഷം പൂർത്തിയാക്കി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പുതിയൊരു വർഷത്തേക്ക് നമ്മൾ കടക്കുന്നു. നമുക്ക് കരങ്ങളൊന്ന് കൂപ്പിപ്പിടിക്കാം ഈശോയുടെ തിരുമുഖത്തേക്ക്. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി എന്നുള്ള ആ വചനം നമുക്കൊരു ശക്തിയാവട്ടെ. നമ്മുടെ ജീവിതം ചിലപ്പോൾ കുറച്ച് ഇരുട്ടിലൊക്കെ കടന്നുപോയ ഒരവസ്ഥ ഉണ്ടാകാം. 2026 എന്താണ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. ഈശോയെ, എന്ത് സംഭവിച്ചാലും വി ട്രസ്റ്റ് ഇൻ യു. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. മറ്റാരിലും ഞങ്ങൾ പ്രത്യാശ വയ്ക്കുന്നില്ല ഈശോയെ. എനിക്ക് മറ്റാരെയും നോക്കേണ്ടതുമില്ല. യു ആർ ഹിയർ, അങ്ങിവിടെ ഉണ്ടല്ലോ, അത് മതി. മർത്ത പോയി മറിയത്തോട് പറയുന്ന ആ വാക്കുകളില്ലേ, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ, ഗുരു ഇവിടെ ഉണ്ട്, അവൻ നിന്നെ വിളിക്കുന്നു. ഈശോ ഇവിടെ ഉണ്ട്. ദിവ്യകാരുണ്യത്തില് ജീവനുള്ള സാന്നിധ്യമായിട്ട് തന്നെ ആരാധിക്കുന്നവരെ, അല്ല തന്നെ സ്നേഹിക്കുന്നവരെ, അല്ല അവരെ നമ്മെ നോക്കി നിൽക്കുന്നവരെയൊക്കെ അനുഗ്രഹിക്കുന്ന ഈശോ, തൻ്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊട്ട ഒരു സ്ത്രീയെ ഇങ്ങനെ സൗഖ്യപ്പെടുത്തിയ ഈശോ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്ന നിന്നെ എത്ര അധികമായിട്ട് സഹായിക്കുന്നെന്ന് ചിന്തിച്ചു നോക്കിയേ. നല്ല വിശ്വാസത്തോടെ അല്ല ഈശോ കൊടുക്കുക. ജസ്റ്റ് ട്രസ്റ്റ് ഹിം. കഴിഞ്ഞ വർഷം ഞാൻ പ്രാർത്ഥിച്ചല്ലോ, എനിക്കതൊരു ഉത്തരം കിട്ടിയില്ലോ, ഇനി എങ്ങനെ പ്രാർത്ഥിക്കാൻ? ഒരു സംശയവും വെക്കാതെ ട്രസ്റ്റ് ഹിം അഗൈൻ. ഈശോയെ ഒന്നുകൂടെ ഒന്ന് ആശ്രയിച്ചിട്ട് മക്കളെ, നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഈശോയ്ക്ക് ഈ സമയം ഒന്ന് കൊടുത്തേ. കർത്താവ് ഏറ്റെടുക്കും. അവിടുത്തെ വണങ്ങി, അവിടുത്തെ ആരാധിച്ച് ഈ ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നിന്നെയും നിന്റെ കുടുംബത്തെ ഈശോ അനുഗ്രഹിക്കും ഉറപ്പായിട്ടും. ഈശോയെ ഞങ്ങളത് വിശ്വസിക്കുകയാണ്. ആൻഡ് വി സബ്മിറ്റ് ഓൾ ഓഫ് പ്രേയേഴ്സ്. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും നിനക്ക് തരികയാണ് ഈശോയെ. ലോകമെമ്പാടും ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന സകലരോടും ചേർന്ന് ഞങ്ങളങ്ങെ ആരാധിക്കുകയാണ്. ഞങ്ങളുടെ തിരുസഭാ കൂട്ടായ്മകളോട്, ഞങ്ങളുടെ ഇടവക സംഘങ്ങളോട്, ഞങ്ങളുടെ കുടുംബങ്ങളോടൊക്കെ ചേർന്ന് ഞങ്ങളുടെ വ്യക്തി ജീവിതവും എല്ലാം പൂർണ്ണമായിട്ട് അങ്ങേക്ക് തന്ന് പരിശുദ്ധനെ ഞങ്ങളങ്ങെ ആരാധിക്കുകയാണ്. അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ പ്രത്യാശ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം. ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ ജോലി, പഠനം, ശുശ്രൂഷകൾ, ഞങ്ങളുടെ സ്വപ്നങ്ങൾ, 2026 ഞങ്ങൾ കണ്ടിരിക്കുന്ന പ്ലാനുകൾ, പദ്ധതികൾ, അപ്പോൾ അങ്ങയുടെ കൃപ ചൊരിയുക. അങ്ങേ നോക്കി നിൽക്കുന്നവരിലേക്ക് അങ്ങയുടെ കൃപ ചൊരിയുക. ചില തീരുമാനങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 2025 തുടങ്ങിയതുപോലെ അല്ല ഞങ്ങൾക്ക്. ഈ വർഷം കർത്താവേ, ഇതൊരു അനുഗ്രഹമാവണം. ഞങ്ങളെടുത്ത തീരുമാനത്തിൽ ഞങ്ങൾക്ക് ഉറച്ചു നിൽക്കണം. അങ്ങേ ആരാധിച്ചാൽ അതിനുള്ള കൃപ അങ്ങ് തരും.
ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ തീരുമാനമല്ല, ഞങ്ങളുടെ ഒരുക്കങ്ങളോ പദ്ധതികളോ പ്ലാനുകളോ ഒന്നുമല്ല, അങ്ങയുടെ കൃപ മാത്രമാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. സോ വി ട്രസ്റ്റ് ഇൻ യു. അങ്ങിൽ ഞങ്ങൾ ആശ്രയിക്കുകയാണ്. 71 സങ്കീർത്തനത്തിൽ അതിൻ്റെ 14 വാക്യം ഇങ്ങനെയാണ് വായിക്കുക: ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും, അങ്ങേ മേൽക്കുമേൽ പുകഴ്ത്തുകയും ചെയ്യും. ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും. 2026 കയറുമ്പോൾ ഈശോയെ ഞാൻ ഇത് ആഗ്രഹിക്കുകയാണ്. ഞാൻ എപ്പോഴും വിജയിക്കുമെന്നോ, ഞാൻ എപ്പോഴും സന്തോഷിക്കുമെന്നോ, ഞാൻ എപ്പോഴും വളരെ വലിയ സ്നേഹത്തിലായിരിക്കുമെന്നോ അല്ല, ഞാനൊരു തീരുമാനം എടുക്കുകയാണ്. അതിനെന്നെ സഹായിക്കണേ. ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും. തോൽവികൾ വന്നേക്കാം, സങ്കടങ്ങൾ വന്നേക്കാം, പ്രതീക്ഷിക്കാത്ത രീതിയിൽ ജീവിതം പട്ടുകുഴികളിലേക്കൊക്കെ നയിച്ചേക്കാം. പക്ഷേ ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും. വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. 71 സങ്കീർത്തനത്തിൽ 16 വാക്യം: എപ്പോഴും പ്രത്യാശയുള്ളവന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും. സങ്കീർത്തകൻ അത് പാടി പ്രാർത്ഥിക്കുകയാണ്. ഐ ട്രസ്റ്റ് ഇൻ യു. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നത് കൊണ്ട് നീ എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം ഇതാണപ്പാ. അങ്ങ് ചെയ്ത മഹത്തായ കാര്യങ്ങളുടെ സാക്ഷ്യമായി ഞാൻ വരും. 2 കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച്, 2 കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുക. ഒരു സംശയം കൂടാതെ ഈശോയുടെ നിന്ന് പറഞ്ഞ്, ഇത്രയും കാലം പറഞ്ഞതുപോലെയല്ല, ഈ രാത്രിയുടെ യാമങ്ങളിൽ, ഈ അനുഗ്രഹത്തിന്റെ മണിക്കൂറിൽ എല്ലാം മാറ്റിവെച്ച് നീ ഇരുന്നപ്പോൾ നിനക്ക് വില തരും കർത്താവ്. നീ ചോദിക്കുന്നതിന് കർത്താവ് വില തരും. നമ്മുടെ സ്വാർത്ഥതയ്ക്കോ നമ്മുടെ അത്യാഗ്രഹത്തിനോ ഒന്നുമല്ലോ. അപ്പനറിയില്ല, ഈശോയ്ക്ക് അറിയില്ല ഇത് നിനക്ക് ആവശ്യമാണെന്ന്. ഈശോയെ, യു നോ എവറിത്തിങ്. ഞാൻ കടന്നു പോകുന്നതെല്ലാം നിനക്കറിയാം. 2026 എനിക്ക് എന്താണ് ആവശ്യം നിനക്കറിയാം. ഒറ്റ കാര്യത്തിൽ ഞാൻ തീരുമാനം എടുക്കുകയാണ്. ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും. ആ പ്രത്യാശ ഉള്ളിലേക്ക് നിറയാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് മക്കളെ, നമുക്ക് ഒരുമിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. 2 കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് അതരം തുറന്ന് എല്ലാവരും ചേർന്നൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഈരടികൾ പാടി പ്രാർത്ഥിക്കാം. ആരാധ്യൻ യേശുപര വണങ്ങുന്നു ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ വണങ്ങുന്നു ഈശോയെ. ആരാധ്യനായ കർത്താവ്, പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഈശോയെ. പ്രത്യാശ ഞങ്ങളിലേക്ക് തരണമേ. അങ്ങിൽ പ്രത്യാശ അർപ്പിക്കാൻ ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ ഈശോയെ, ഞങ്ങൾ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ചോദിക്കുന്ന ഇതാണ്, പ്രത്യാശ നൽകണമേ. ഗിവ് us hope കർത്താവ്. ഞങ്ങൾക്കൊരു പ്രത്യാശ തരണേ. ഈ 2026 വിശുദ്ധിയോടെ ജീവിക്കാൻ, അഭിഷേകത്തോടെ ജീവിക്കാൻ, ആത്മധൈര്യത്തോടു കൂടി ജീവിക്കാൻ, വലിയൊരു അഭിഷേകത്തോടെ കൃപയോടെ ജീവിക്കാൻ, തെളിമയോടെ ആനന്ദത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്കൊരു പ്രത്യാശ നൽകണമേ. പ്രത്യാശ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഈശോയെ. ആരാധിക്കും. നമുക്ക് പാടി ഈരടികളോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഈശോയെ എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഈശോയെ ആ
ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നിത്യം സ്തുതിയോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എല്ലാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ അനുഗ്രഹത്തിൻ്റെ സമയത്തിലാണ് നമ്മൾ നിൽക്കുക. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഈശോയ്ക്ക് ആരാധന സമർപ്പിക്കുകയും ചെയ്യാം. നിങ്ങളൊന്ന് അല്പസമയം ഒന്ന് ശാന്തമായിട്ടൊന്ന് സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കുക. നിങ്ങളുടെ കരങ്ങൾ രണ്ടൊന്നും മടിയിൽ തുറന്നു വയ്ക്കുക. അല്പം ഒന്ന് നിവർന്നിരുന്ന് ഈശോയുടെ സാന്നിധ്യം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കണ്ടുകൊണ്ട് ഈശോ ഇരിക്കുകയാണ്. അപ്പം ആരാധനയിലേക്ക് നമ്മളൊരു 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് തന്നെ എന്തൊരു വലിയ അനുഗ്രഹമാണ് അല്ലേ. പലർക്കും സാധിക്കുന്നില്ല. നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ചിലപ്പോൾ മാനുഷികമായിട്ടൊരു ക്ഷീണമൊക്കെ നമുക്ക് തോന്നിയേക്കാം. ചിലപ്പോൾ ഒരു ഉറക്കം തോന്നിയേക്കാം. നിങ്ങളത് ഒറ്റ കാര്യം ഓർത്തേക്കാം, ഈശോ അപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഉറങ്ങുന്നത്, എന്നെ ശ്രദ്ധിക്കാത്ത, എന്നെ പ്രാർത്ഥിക്കാത്ത, എന്നെ ഒച്ചത്തിൽ പാടാത്ത, അങ്ങനെയൊന്നും ചോദിച്ചുകൊണ്ട് ഈശോ വഴക്ക് പറയുന്നതല്ല. ഈശോ ഇങ്ങനെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൂജ്യസ്മരണീയനായ പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞ കാര്യമൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ കരുതുക. മാർപ്പാപ്പ ഇങ്ങനെ പറയാ, ഞാനിങ്ങനെ ഈശോയുടെ മുമ്പിൽ പോയി ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ ഈശോ എന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. എൻ്റെ പ്രായം കാരണം എൻ്റെ രോഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ക്ഷീണിച്ച് ഉറക്കം തൂങ്ങി പള്ളിയിലിരുന്ന് ആരാധനയുടെ മുമ്പിൽ ഇരുന്ന് ഉറങ്ങിപ്പോകും. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത് പറയുമ്പോൾ കേട്ടോണ്ടിരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ഞെട്ടലോടുകൂടി നോക്കണേ, മാർപ്പാപ്പ ഉറങ്ങിപ്പോകുന്നു ആരാധനയ്ക്ക് ഇരുന്നിട്ട്. എൻ്റെ പാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനങ്ങനെ ഉറങ്ങിപ്പോകുമ്പോഴും ഈശോ അപ്പോഴും എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ സ്വരങ്ങളെ, നമുക്കൊരു ഇന്ന് ഈ രാത്രിയിൽ ഈശോയെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴേ നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ ബോധ്യം അതാണ്. ഈശോ എന്നെ തന്നെ നോക്കിയിരിക്കുന്നു. അപ്പൊ ഈ നമ്മളെ നോക്കിയിരിക്കുന്ന ഈശോയുടെ മുമ്പിൽ ഒരു കാര്യം, നമ്മൾ ഈ രാത്രിയിൽ ഒരു കാര്യത്തിലൊരു ക്ലാരിറ്റി നമുക്ക് ആവശ്യമാണ്. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ 71 സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ ഒന്ന് വായിച്ച് പ്രാർത്ഥിച്ചല്ലോ, ദൈവമായ കർത്താവിന്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും. ഒരു 12 മാസം നമ്മുടെ മുമ്പിൽ ഇനി ഈശോ തന്നിരിക്കുകയാണെന്ന് കരുതുക. നമുക്കറിയില്ല, നമുക്ക് 2025 പൂർത്തിയാക്കി. നമ്മളെല്ലാവരും 2026 പൂർത്തിയാക്കാൻ പറ്റുമോ നമുക്കറിയില്ല. നമ്മുടെ മുമ്പിൽ ഈശോ തന്ന സമയമുണ്ട്. ഈ അടുത്തൊരു വർഷത്തേക്ക് ചിലപ്പോൾ നമുക്ക് മാനുഷികമായിട്ട് ഒത്തിരി പ്ലാനുകൾ, പദ്ധതികൾ ഉണ്ടാകാം. നമ്മുടെ ബിസിനസ് മേഖല, നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ കുടുംബം, നമ്മുടെ പഠനം, നമ്മളിനി അടുത്തൊരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഒത്തിരി പ്ലാനുകൾ നമുക്കുണ്ട്. 2025 ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ടൊക്കെ നമ്മൾ പല കാര്യങ്ങൾ 2025 ജനുവരി 1st ഡേയിൽ നമ്മൾ എടുത്തു കാണും. ജനുവരി 5-ാം തീയതി ഒക്കെ ആയപ്പോൾ തന്നെ നമ്മളതൊക്കെ തകർത്ത് തരിപ്പണാക്കി വെച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷത്തെ പോലെ ആവാതിരിക്കുക. 2026 അനുഗ്രഹമായി മാറുക. പ്രത്യാശയുടെ ഒരു കൊടി പിടിച്ച് നമുക്ക് മുമ്പോട്ട് പോകണം. അതിന് നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു കാര്യമുണ്ട്. 2025 തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് പിടികിട്ടുന്നൊരു കാര്യം എന്താ? നമ്മൾ എടുത്ത പല തീരുമാനങ്ങളും നമുക്ക് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ നമ്മുടെ സ്വഭാവം ഒന്ന് മാറ്റണമെന്ന് വിചാരിച്ചു, ചില ദുശീലങ്ങൾ മാറ്റണമെന്ന് വിചാരിച്ചു, ചില പാപങ്ങൾക്ക് കൊടുത്ത് കൈ ഒന്ന് വിടുവിച്ച് സ്വാതന്ത്ര്യം ആകണമെന്ന് വിചാരിച്ചു, പറ്റിയില്ല. ഇനി ദുഃഖിച്ചിരിക്കരുതെന്ന് തീരുമാനിച്ചു, പക്ഷെ വലിയ നിരാശയിലേക്കൊക്കെ പോയി. ഈ സഹനത്തെയൊക്കെ നേരിടാൻ ഒരു ശക്തി വേണം എന്നൊക്കെ തീരുമാനിച്ചു, പക്ഷെ പറ്റിയില്ല. 2026 നമുക്ക് അനുഗ്രഹം ആകണമെങ്കിൽ ഒറ്റ കാര്യം, തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കുക. ഈ രാത്രിയിൽ തെറ്റിദ്ധരിക്കരുത്, തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കുക. അത് ഉഴപ്പാണോ, ഇനി ഈ വർഷം എങ്ങനെയാകും എന്നൊന്നും ചിന്തിക്കേണ്ട. ഒരാളെ കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ രാത്രിയിൽ ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ടാണ്, ഒരു കൂട്ട് നിങ്ങൾക്ക് ആവശ്യമാണ്. അതിന് ഞാൻ പോയാലും നിങ്ങൾക്കൊരു കൂട്ട് വേണം. ആ കൂട്ടുകാരനെ ഞാൻ നിങ്ങൾക്ക് അയക്കാൻ പോവാണ്. I'm going to send the paraclete, the helper, സഹായകനെ ഞാൻ നിങ്ങൾക്ക് അയക്കാൻ പോവാണ്. ആ സഹായകൻ വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം നമുക്ക് വേണമെങ്കിൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ, ശ്രദ്ധിച്ച് മനസ്സിലാക്കിയ പ്രിയപ്പെട്ട മക്കളെ, 2026 ഈശോ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം നിങ്ങൾക്ക് വേണമെങ്കിൽ, എനിക്ക് വേണമെങ്കിൽ, നമുക്ക് ഏറ്റവും കൂടുതൽ ഈ രാത്രി ചോദിക്കേണ്ട ഒരു കാര്യങ്ങളിലൊന്ന്, തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഇല്ലെങ്കിൽ ഈ ആരാധനയുടെ ഇടയ്ക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ചില്ലേ, നമ്മുടെ പല നിയോഗങ്ങളൊക്കെ നമുക്ക് മനസ്സിലോർത്ത് പ്രാർത്ഥിക്കാം. ദിസ് ഷുഡ് ബി എ പ്രയോറിറ്റി. നിങ്ങളുടെ ആദ്യത്തെ നിയോഗം ഇതായിരിക്കണം. എന്താണത്? എനിക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം. നമ്മൾ വിചാരിക്കുന്നത് പെന്തക്കോസ്തായുടെ സമയത്തൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ, അല്ലെങ്കിൽ സ്ഥൈര്യലേപനത്തിന്റെ ദിവസങ്ങൾക്ക് ഒരുങ്ങുന്ന ഒരു കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ലേ? നോ. ഈ രാത്രിയിൽ
പുത്തനൊരു വർഷത്തിലേക്ക് നമ്മൾ കടക്കുന്ന ഉടനെ പരിശുദ്ധ കുർബാന നമ്മൾ അർപ്പിക്കുന്നു. ഇന്ന് പരിശുദ്ധ കുർബാന ഇന്ന് നിങ്ങൾ അർപ്പിക്കുമ്പോഴും ഈ ബലിപീഠത്തിങ്കിലേക്ക് എടുത്തു വെക്കാൻ പോകുന്ന അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും മേൽ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് വേണം. എന്തിന്? പുതിയ തീരുമാനങ്ങൾ എടുക്കാനല്ല. 2026 ഒരു സൂപ്പർ പവറിലേക്ക്, ഒരു സൂപ്പർ ലെവലിലേക്ക് ഉയരാൻ വേണ്ടിയിട്ടല്ല. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രത്യേകതയായിട്ട് തിരുസഭ നമ്മുടെ മുമ്പിൽ കാണിച്ചിരുന്നുണ്ട്. എല്ലാം പുതുതാക്കി മാറ്റുന്ന, നവീകരിക്കുന്ന, റിന്യൂ ചെയ്യുന്ന ഹോളി സ്പിരിറ്റ്. നമുക്ക് ഈ ലൈഫൊന്നും തിരിച്ചൊന്നും മാറ്റാനൊന്നും പറ്റില്ല. ഇതിങ്ങനെ ഒരു ചിലപ്പോൾ നമ്മുടെ ശരീരമോ നമ്മുടെ മനസ്സോ നമ്മൾ ജനിച്ച ജീവിത സാഹചര്യങ്ങളോ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളോ ഒന്നും ചിലപ്പോൾ നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ഒരു സ്വഭാവ രീതി, പ്രത്യേകിച്ച് ഒരു ബാഡ് ക്യാരക്ടർ, നിങ്ങളുടെ ഒരു ദുശീലം മാറ്റണം നിങ്ങൾ ആഗ്രഹിച്ചു. പക്ഷെ ഇത് ഉള്ളിൽ ഇങ്ങനെ വേര് പാകി കിടക്കണം, മാറുന്നില്ല എന്ന് പറഞ്ഞു. ഒന്നും മാറണ്ട. ലെറ്റ് എവറിത്തിങ് ബി റിന്യൂഡ്. എല്ലാം പുതുതായി മാറട്ടെ. പരിശുദ്ധാത്മാവ് വരാൻ വേണ്ടിയിട്ട് തിരുസഭ ഓരോ കാലത്തിലും പ്രാർത്ഥിക്കുമ്പോൾ, ഓരോ കുഞ്ഞിലും മാമോദീസ സ്വീകരിച്ച സ്ഥൈര്യലേപനം സ്വീകരിക്കുന്ന ഓരോ വിശ്വാസിയിലും പരിശുദ്ധാത്മാവെ വരണമേ എന്ന് സഭ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: കം ആൻഡ് റിന്യൂ. എല്ലാത്തിനെയും പുതുതാക്കി മാറ്റുക. നമ്മുടെ ജീവിതത്തെ നിരാശപ്പെട്ട, വീണുപോയ, തകർന്നു പോയ, എല്ലാം അവസാനിച്ചു എന്ന് തോന്നിപ്പോയൊരു ജീവിതത്തെ ഇനി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനല്ല, റിന്യൂ ചെയ്യാൻ, എല്ലാം പുതുതാക്കി തുടങ്ങാനല്ല, എല്ലാം നവീകരിക്കാൻ. കഴിഞ്ഞ 2025 നമുക്ക് ആ ഒരു വലിയ പരാജയം ചിലപ്പോൾ സംഭവിച്ചു കാണും. എനിക്കും സംഭവിച്ചു കാണും, നിങ്ങൾക്ക് എല്ലാവർക്കും സംഭവിച്ചു കാണാം. നമ്മൾ എടുത്തതിലൊന്നും നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യേണ്ട. ലെറ്റ് us റിന്യൂ. നമ്മളല്ല ഇത് ചെയ്യുന്നത്. നമ്മൾ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കുക. ഈ കിട്ടിയ പരിശുദ്ധാത്മാവിന്റെ ഒരു ജ്വലനത്തിന് വേണ്ടി ആഗ്രഹിക്കുക. ആ ഫയർ ഒന്ന് ബേൺ ചെയ്ത് കിട്ടിയാൽ ദിസ് ഇയർ, ഈ ഒരു വർഷം 2026 പരിശുദ്ധാത്മാവിൽ റിന്യൂഡായ, പുതുതായി തീർന്ന, നവീകരിക്കപ്പെട്ട ഒരു ജീവിതമായിട്ട് മാറും. വലതുകൈ ഉയർത്തി എല്ലാവരും ചേർന്ന് പറയാം ഹല്ലേലൂയ. ചേർന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയമം: പുത്തൻ വീട് വേണം, പുതിയ ജോലി വേണം, പുതിയ കൂട്ടുകാർ വേണം, വിവാഹം നടക്കണം, കുഞ്ഞുങ്ങൾ ഉണ്ടാവണം, ശുശ്രൂഷ പോകണം. നോ, ഇതെല്ലാം നമുക്ക് വേണ്ടത് ഒറ്റയാളുടെ സഹായമാണ്, പരിശുദ്ധാത്മാവിന്റെ സഹായം. വെളിപാട് പുസ്തകം 21-ാമത്തെ അധ്യായം, വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും അവസാനത്തെ പുസ്തകം, 21-ാമത്തെ അധ്യായത്തിൽ എല്ലാം പുതുതാകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പുതിയ ആകാശം, പുതിയ ഭൂമി. ആ വചനഭാഗം നമ്മളൊന്ന് ശ്രദ്ധിച്ചേക്കാണ്. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശം, ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. ഇനി അടുത്ത വചനം ശ്രദ്ധിക്കണേ. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. 3-ാമത്തെ വാക്യം വായിച്ച് കേൾക്കുമ്പോൾ ഈശോയിലേക്ക് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. ആ തിരുസാന്നിധ്യത്തിലേക്ക് തന്നെ നോക്കുക. ആ വചനത്തിന്റെ ബോധ്യം തിരുമുഖത്ത് നിന്ന് വെളിച്ചത്തോടെ സ്വീകരിക്കുക. വെളിപാട് പുസ്തകം 21-3 ഇങ്ങനെയാണ്: സിംഹാസനത്തിൽ നിന്ന് വലിയ ഒരു സ്വരം ഞാൻ കേട്ടു. ഇന്ന് ഈ വിളക്കനൂരെ, ഈ കുഞ്ഞ് ഇടവകയുടെ ഈ തിരുസാന്നിധ്യത്തിൽ നിന്ന് ഈ സ്വരം നിങ്ങളായിരിക്കുന്നിടത്തേക്ക് കേൾക്കട്ടെ. പ്രത്യാശ നിങ്ങളുടെ ഉള്ളിലേക്ക് നിറയാൻ, എല്ലാം റിന്യൂ ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് തരുന്ന ഈശോയുടെ സ്വരം, അവിടുത്തെ സിംഹാസനം ഉറപ്പിച്ചിട്ടിരിക്കുക. നമ്മുടെ എല്ലാ ഇടവക ദേവാലയങ്ങൾ കർത്താവിന്റെ സിംഹാസനം ഉറപ്പിച്ചിട്ടുണ്ട്. ഇവിടെ തലശ്ശേരി അതിരൂപതയിലെ ഈ കുഞ്ഞ് ഇടവക പള്ളിയിൽ നിങ്ങളിവിടെ വരുമ്പോൾ ഒക്കെ കാണാം. ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം, ഒരു 5 പൈസ നാണയത്തിന്റെ വലിപ്പമുള്ള ഒരു ഷേപ്പിലുള്ള ഒരു കുഞ്ഞു പള്ളി. ഇന്ന് ലോകത്തിന്റെ 5 ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് ഇവിടെ ആരാധിക്കാൻ വേണ്ടി കർത്താവ് വഴി തുറന്നൊരു സ്ഥലത്ത്, ഈ സിംഹാസനത്തിൽ വെച്ച് കർത്താവ് ഒരു സ്വരം നിങ്ങളോട് പറയുകയാണ്. വെളിപാട് 21:3. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരുടെ കൂടെ ആയിരിക്കുകയും ചെയ്യും. ഈശോയുടെ കുഞ്ഞ്, ജസ്റ്റ് ലുക്ക് അറ്റ് ഹിസ് ഫേസ്. ഈശോയെ നോക്ക്. എന്നിട്ട് ഈശോയ്ക്ക് നിന്നോട് പറയാനുള്ളത് ഇത് മാത്രമാണെന്ന് എടുക്കുക. 2026 നിനക്ക് ജീവിക്കണമെങ്കിൽ, റിന്യൂഡ് ആവണമെങ്കിൽ, പരിശുദ്ധാത്മാവ് നിന്റെ അടുത്ത് വന്ന് നിന്നോട് ഈ സ്വരം നിന്റെ ഹൃദയത്തിൽ കേൾപ്പിക്കുകയാണ്. പെന്തക്കോസ്ത് സമാഗതമായപ്പോ പ്രാർത്ഥനാ സമൂഹം ഒരു സ്വരം കേട്ടു. ഇന്ന് ഈ ന്യൂ ഇയറിന്റെ രാത്രിയിൽ നീ കേൾക്കേണ്ട സ്വരം ഇതാണ്: ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരുടെ കൂടെ ആയിരിക്കും. ദിസ് ഈസ് ദ പ്രോമിസ്.
കർത്താവ് നിന്റെ കൂടെ കാണുമെന്ന്. നിനക്ക് പ്രത്യാശ വേണമെങ്കിൽ, നിനക്ക് ലൈഫ് റിന്യൂഡ് ആണെങ്കിൽ ഈ ഒരൊറ്റ ബോധ്യമാണ് വേണ്ടത്: എൻ്റെ കൂടെ കർത്താവുണ്ട്. കരങ്ങളൊന്ന് കോപ്പി പിടിച്ച് ഈശോയെ തന്നെ നോക്ക്. അടുത്ത വാക്യം ഇനി നല്ല പ്രാർത്ഥനയോടെ ശ്രവിക്കണം. ഈശോ ഇതൊരിക്കലും സംഭവിക്കില്ല എന്നൊക്കെ തോന്നിപ്പോകുന്ന വചനമായിരിക്കും അത്. പക്ഷെ ഈ വർഷം നിന്റെ പ്രത്യാശയുടെ വാതിൽ തുറക്കുന്ന വചനം ഇതാണ്. വെളിപാട് 21:4. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടായിരിക്കില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. പഴയതെല്ലാം കടന്നുപോയി. ഈശോ ഏറ്റെടുത്തു. എല്ലാം കടന്നുപോയി എന്ന് മാത്രം ചിന്തിച്ചാൽ പോരെ. നമ്മൾ എൻ്റെ കഴിഞ്ഞത് 2025 ഈശോ ഏറ്റെടുത്തു. ഇനി 2026 ഞാൻ റീസ്റ്റാർട്ട് ചെയ്യല്ല. പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തെ റിന്യൂ ചെയ്യുവാണ്. ഞാൻ എൻ്റെ ജീവിതം പുതുതായിട്ട് തുടങ്ങുമല്ല, എൻ്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് നവീകരിക്കുകയാണ്. ഇത് ഹൃദയത്തിലേക്ക് നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങളുടെ പ്രൊഫഷൻ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ മുമ്പിലുള്ള പദ്ധതികൾ, നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ്, എന്ത് കാര്യത്തിലും ചിലപ്പോൾ ഒരു മുമ്പേ പ്രാർത്ഥിച്ചതുപോലെ ഒരു ദുശീലത്തിന്റെ പിടിയിലായിരിക്കും. കർത്താവേ, ലെറ്റ് മീ റീസ്റ്റാർട്ട്, ഞാനെല്ലാം ഒന്ന് പുതുതായിട്ട് തുടങ്ങട്ടെ എന്ന് ചിന്തിക്കല്ല. പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തെ റിന്യൂ ചെയ്യട്ടെ. എല്ലാം അവിടുന്ന് നവീകരിക്കട്ടെ. 21-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വാക്യം ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലതും ഞാൻ നവീകരിക്കുന്നു. ഐ ആം മേക്കിംഗ് എവറിത്തിങ് ന്യൂ. എല്ലാം ഈശോ പുതുതാക്കി മാറ്റാൻ പോവാണ്. നിങ്ങളുടെ പഠനം, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ശുശ്രൂഷ, നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ മാനറിസംസ്, നിങ്ങളുടെ കോംപ്ലക്സുകൾ, നിങ്ങളുടെ കുറവുകൾ എല്ലാം ഈ പരിശുദ്ധാത്മാവ് എല്ലാത്തിനും ഒന്ന് റിന്യൂ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ കുറവുകളൊക്കെ അങ്ങ് കൊടുത്തേത്. ഈ കുറവുകളെ പരിശുദ്ധാത്മാവ് നിറവാക്കും. ഈ നിറവിനെ അനുഗ്രഹമാക്കും. അനുഗ്രഹത്തെ പരിശുദ്ധാത്മാവ് അഭിഷേകമാക്കും. എവറിത്തിങ് വിൽ ബി റിന്യൂഡ്. ഞാൻ എല്ലാം നവീകരിക്കാൻ പോവാണ്. നമുക്ക് അപ്പോൾ പാടി പ്രാർത്ഥിച്ച ആ വരികൾ ഒരിക്കൽ കൂടി ഒന്ന് പാടി പ്രാർത്ഥിക്കാം. ആരാധ്യൻ യേശുവര, വണങ്ങുന്നു ഞാൻ നിന്റെ മുഖം, നിന്റെ തിരുമുഖം കണ്ട് ഞാൻ റിന്യൂഡ് ആവണം. മക്കളിതൊരു വെറുതെ ഒരു വാക്കുകളല്ല, വരികൾ എഴുതി വെച്ചിരിക്കുന്നതല്ല. ഈശോ നോക്കി അതിൻ്റെ ജീവിതം മുഴുവൻ മാറും. കാരണം ഈശോ നോക്കിയിട്ട് നിന്റെ അടുത്തേക്ക് അയക്കുകയാണ് പരിശുദ്ധാത്മാവിനെ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. നിന്റെ ജീവിതം ടോട്ടൽ സറണ്ടർ നടത്തിയിട്ട് ലെറ്റ്സ് റീസ്റ്റാർട്ട് എന്നല്ല, ലെറ്റ്സ് റിന്യൂ. പരിശുദ്ധാത്മാവ് നിന്നോട് പറയാം, ലെറ്റ്സ് റിന്യൂ. നമുക്കിതെല്ലാം ഒന്ന് നവീകരിച്ചെടുക്കാം. പരിശുദ്ധാത്മാവിന് കൈ കൊടുത്തുകൊണ്ട് 2026 അങ്ങ് മുമ്പോട്ട് പോട്ടെ. നമ്മൾ ഇത്രയും കാലം നയിച്ചില്ലേ? ഒരു 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിട്ട്, ഒരു ചെറുപ്പക്കാരിയാണ് ഇത് കേട്ടോണ്ടിരിക്കുന്നെങ്കിൽ, കുഞ്ഞ നീ 25 വർഷമായിട്ട് ചിലപ്പോൾ ഒരു ബോധം ഉദിച്ച സമയം മുതൽ എല്ലാം റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചാണ്. ഈ പുതിയ വർഷത്തിൽ പരിശുദ്ധാത്മാവിന് കൈ കൊടുത്തിട്ട് പരിശുദ്ധാത്മാവ് എല്ലാം റിന്യൂ ചെയ്യട്ടെ. നമ്മുടെ കയ്യിലല്ലെന്നേ. നമുക്ക് ഒരൊറ്റ കാര്യം, പ്രത്യാശ. ഈ തിരുമുഖത്തിൽ നിന്ന് ഈശോ നമുക്ക് തരുന്നത് ഒരു പ്രത്യാശയാണ്. ഈശോ നോക്കി നമുക്ക് ആ ഈരടികളോട് ചേർന്ന് പാടി പ്രാർത്ഥിച്ച് ആരാധിക്കാം. ആരാധ്യൻ യേശു വരാം, വണങ്ങുന്നു ഞാൻ നിന്റെ സാന്നിധ്യത്തെ. നിന്റെ തിരുമുഖത്തിൽ നിന്ന് ആ ശക്തി നൽകി എനിക്ക് പ്രത്യാശ നൽകണമെന്ന് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി പിടിച്ച് കണ്ണുകൾ തുറന്ന് ഈശോയെ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചു. നിൻ മുഖമെൻ ഹൃദയത്തിൽ
കർത്താവേ, സഹായകനെ, എല്ലാം പുതുതാക്കി മാറ്റുന്നവനെ, ഞങ്ങളുടെ കണ്ണുനീര് തുടച്ച് 2026 അഭിഷേകത്തോടെ കാണാൻ പ്രത്യാശയാകുന്ന ആ ആയുധം ഞങ്ങൾക്ക് നൽകണമേ. പ്രാർത്ഥിക്കാം. ഈശോയെ നോക്കുക. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയോ മടിയിൽ തുറന്നു വയ്ക്കുകയോ ഒക്കെ ചെയ്ത് നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ചൊന്ന് ഒരുങ്ങിയാലോ ഇനിയുള്ളൊരു സമയത്തെ. പ്രധാനമായിട്ടും പ്രാർത്ഥിക്കേണ്ടതാണ് പ്രത്യാശയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ലൈഫ് റിന്യൂ ചെയ്യാൻ, നമ്മുടെ ലൈഫ് നവീകരിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്ന ആയുധമാണ് പ്രത്യാശ. ദിസ് ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് വെപ്പൺസ് യൂസ്ഡ് ബൈ ഹോളി സ്പിരിറ്റ്. ഒരാളുടെ, ഒരു വ്യക്തിയുടെ ജീവിതം മുഴുവൻ മാറ്റാൻ വേണ്ടി സഹായകനായ പരിശുദ്ധാത്മാവ് സഹായിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും മൂർച്ചേറിയ ആയുധങ്ങളിലൊന്നാണ് പ്രത്യാശ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു. പൗലോസ്ലീഹയുടെ വാക്കുകൾ. ഏറ്റവും പ്രധാനം സ്നേഹമാണ്, സർവോത്കൃഷ്ടം എന്നൊക്കെ പൗലോസ്ലീഹ നമ്മളോട് പറഞ്ഞിരുന്നുണ്ട് 1 കൊരിന്തോസ് 13-ാമത്തെ അധ്യായത്തിൽ. ഉചിതമായ കാര്യങ്ങൾ, ഉന്നതമായതിനു വേണ്ടിയിട്ടൊക്കെ പ്രതീക്ഷിക്കാനും പ്രത്യാശിക്കാനും പൗലോസ്ലീഹ പറയുന്നുണ്ട്. പൗലോസ്ലീഹ തന്നെ തൻ്റെ എഴുത്തുകളിൽ പറയും, പ്രത്യാശ വേണം, പ്രത്യാശ നമ്മെ നിരാശരാക്കില്ല. പൗലോസ്ലീഹ ഇങ്ങനെ ആശീർവദിക്കുന്നുണ്ട്. റോമായിലെ സഭയിൽ കത്തെഴുതുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രത്യാശ കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന്. നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെങ്കിൽ 2026 നവീകരിക്കപ്പെടാൻ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആയുധമാണ് പ്രത്യാശ. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 15-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം ഇങ്ങനെയാണ്: പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കട്ടെ. അബൗണ്ടിങ് ഇൻ ഹോപ്പ്. പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കും. ഈ വചനം ഒന്ന് നമുക്കൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഉറക്കെ ഒന്ന് ഏറ്റു ചൊല്ലിക്കേ: പ്രത്യാശയുടെ ദൈവം എന്റെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് എന്നെ നിറയ്ക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞാൻ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കട്ടെ. നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ചിലപ്പോൾ നിങ്ങൾ ഒരാൾ ഒറ്റയ്ക്ക് ഉണർന്നിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളോ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പരസ്പരം ഒന്ന് പ്രാർത്ഥിക്കാം. കൂടെ ആയിരിക്കുന്നവർ ഇപ്പം കൂടി ഇല്ലെങ്കിൽ പോലും ദൂരെയുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ ഇതൊന്ന് പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടി ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈശോ നോക്കി ഒന്ന് പ്രാർത്ഥിച്ച്: പ്രത്യാശയുടെ ദൈവം ഞങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഒരു ബോധ്യമാണ്, ഒരു പ്രാർത്ഥന. നമുക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടൊരു പ്രാർത്ഥന. പരിശുദ്ധാത്മാവ് പ്രത്യാശയിൽ നമ്മളെ നിറയ്ക്കണം. നമുക്കിനി വേണ്ടത് അതാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, അല്ലെ 3 കാര്യങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഏതെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരു സഭയുടെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ പറയും നമുക്ക് വിശ്വാസം വേണം, അല്ലേ? ഇനി മനുഷ്യരോട് ഇടപെട്ട് ഈ വിശ്വാസം നമ്മൾ പ്രകടമാക്കുന്നത് എങ്ങനെയാണ്? സ്നേഹത്തോടു കൂടിയാണ്. ഈ പ്രത്യാശയെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശ്വാസം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാം, കൂടാം, കുറയാം. മനുഷ്യരോടുള്ളതായിരിക്കാം, ദൈവത്തോടുള്ളതായിരിക്കാം. നിങ്ങളൊരു മനുഷ്യനെ വിശ്വസിച്ചു, ചിലപ്പോൾ വിശ്വാസം നഷ്ടപ്പെടാം. നിങ്ങൾ ദൈവത്തെ വിശ്വസിച്ചു, എന്തൊക്കെയൊക്കെയോ ചോദിച്ചു, കിട്ടിയില്ല, ചിലപ്പോൾ നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടാം. സ്നേഹത്തിന്റെ കാര്യം അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾ ഒരാളെ സ്നേഹിച്ചു, നിങ്ങളെ ആരെങ്കിലും സ്നേഹിച്ചു, ആ സ്നേഹം ചിലപ്പോൾ പോയേക്കാം. നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചു, ആ സ്നേഹം ചിലപ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് കുറഞ്ഞു പോകാം. വിശ്വാസം കുറഞ്ഞാലും സ്നേഹം കുറഞ്ഞാലും ഒരു തരി പോലും പൊട്ടിപ്പോലും കുറയാൻ പാടില്ലാത്തതാണ് പ്രത്യാശ. കാരണം വിശ്വാസം ഉണ്ടെങ്കിൽ പോലും ഞാൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ 2026 എൻ്റെ ഈ സുഹൃത്തിന് ജോലി കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ എനിക്ക് പ്രത്യാശയില്ലെങ്കിലും വ്യക്തിപരമായിട്ടൊന്ന് ചിന്തിക്കുക. 2026 എനിക്ക് ജോലി കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസം മാത്രം പോരാ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. സ്നേഹത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു, വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പോരാ, സ്നേഹം മാത്രവും വിശ്വാസം മാത്രം പോരാ, പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കുമ്പോഴാണ് അനുഗ്രഹം നിറയുക. അതുകൊണ്ട് 2026 പ്രത്യാശ.
ഇപ്പം നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ ഞാൻ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കട്ടെ. ലെറ്റ് മീ അബൗണ്ട് ഇൻ ദ ഗ്രേസ് ഓഫ് ഹോപ്പ്. ഈ പരിശുദ്ധാത്മ ഉപയോഗിക്കുന്ന ഈ ആയുധം, ഈ പ്രത്യാശയിൽ ഞാൻ സമൃദ്ധി പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും ഒന്ന് തിരുസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ഈ സമയം നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് ഈശോയെ ഒന്ന് മഹത്വപ്പെടുത്തി ആരാധിക്കാനുള്ള സമയമാണ്. നമ്മുടെ ജീവിതത്തിലെ കർത്താവ് ചെയ്തതിനെല്ലാം നന്ദി പറയുക. കഴിഞ്ഞ വർഷത്തെക്കുറിച്ചൊന്നുമല്ല ഓർക്കേണ്ടത്. നമുക്കിനി മുമ്പോട്ട് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ, നിങ്ങൾ ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാവുക. വലിയൊരു അത്ഭുതകരമായ കാര്യം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോവാണ്. ചിലപ്പോൾ നമ്മളോട് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർ പോലും വിശ്വസിക്കാത്ത വലിയ മഹത്തായ കാര്യം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകും. വിശ്വാസത്തോടെ നമുക്കത് ഏറ്റെടുക്കാം. ലോകത്തോട് മുഴുവൻ നമുക്ക് വിളിച്ചു പറയേണ്ട ഒരു സുവിശേഷം, 2026 പടിവാതിൽക്കൽ ചെന്ന് നിന്ന് നമ്മൾ വാഴ്ത്തിപ്പാടേണ്ട സുവിശേഷ ഗാനവും അതാണ്. എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത, എനിക്ക് ചിലപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടു പോയ മേഖലകളിൽ പോലും കർത്താവ് എനിക്ക് വേണ്ടി മഹത്തായ ഒരു കാര്യം ചെയ്യാൻ പോകണം. നമുക്ക് 2 കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കാം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു ഈശോയെ പ്രവാചകന്മാരോട് ചേർന്ന്, തിരുസഭയോട് ചേർന്ന്, അപ്പസ്തോലിക സഭയോട് ചേർന്ന്, വിശുദ്ധാത്മാക്കളോട്, അങ്ങയുടെ കൂടെ നിന്ന രക്തസാക്ഷികളുടെ ആത്മചൈതന്യത്തോട് ചേർന്ന്, ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളോടും ചേർന്ന് ലോകം മുഴുവനും വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വലിയ അത്ഭുതങ്ങളോ അടയാളങ്ങൾക്കോ അല്ല, ഏറ്റവും വലിയ അടയാളമായ, ഏറ്റവും വലിയ ആയുധമായ ഈ പ്രത്യാശ ഞങ്ങളുടെ ഉള്ളിലേക്ക് നിറയാൻ, ആ പ്രത്യാശയിൽ പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത, കേട്ടാൽ ആർക്കും മനസ്സിലാവാത്ത ദൈവം ചെയ്യുന്ന മഹത്തായ ഒരു പ്രവൃത്തിക്ക് വേണ്ടി ഒരുങ്ങാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധാത്മാവേ, ആ പ്രത്യാശ ഞങ്ങളിലേക്ക് നൽകണമേ, അത് സമൃദ്ധമായി നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ശക്തിയോടെ അതിരം തുറന്ന് സ്തുതിക്കട്ടെ. പ്രത്യാശയുടെ ഒരു വരം ഞങ്ങളിലേക്ക് നൽകണമേ. അങ്ങയെ ആരാധിക്കാനും, അങ്ങയെ സ്നേഹിക്കാനും, അങ്ങയെ വിശ്വസിക്കാനും, അങ്ങയെ മുറുകെ പിടിക്കാനും പ്രത്യാശയാകുന്ന ആയുധം ഞങ്ങളിലേക്ക് അയക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഈ രാത്രിയിൽ ആരാധിക്കുന്ന കുടുംബങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക്, ജീവിതങ്ങളിലേക്ക് മഹത്തായ പ്രത്യാശ, അബൗണ്ടിങ് ഗ്രേസ്, അത് സമൃദ്ധമായി അങ്ങ് നൽകണമേ. പ്രത്യാശയുടെ ദൈവം പരിശുദ്ധാത്മാവിലൂടെ ആ പ്രത്യാശ നിങ്ങളിലേക്ക് സമൃദ്ധമായി നൽകട്ടെ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഈശോയുടെ തിരുമുഖത്തെ, ഈശോയുടെ തിരു സാന്നിധ്യത്തെ, ഈശോയുടെ ദൈവ കാരുണ്യത്തെ ആരാധിക്കുന്ന മക്കളിലേക്ക് പരിശുദ്ധാത്മാവ് സഹായമയക്കട്ടെ, സഹായമായ പ്രത്യാശ അയക്കട്ടെ. പരിശുദ്ധാത്മാവേ, അഭിഷേകമായി ഞങ്ങളിലേക്ക് ഇറങ്ങണമേ. വിശ്വാസം കൊണ്ട് നിറയ്ക്കണമേ, സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ, മഹത്തായ പ്രത്യാശ കൊണ്ട് ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് കരങ്ങളൊക്കെ അടിച്ച് ഈശോയെ മഹത്വപ്പെടുത്തി ആരാധിക്കാൻ വേണ്ടി നമുക്ക് ഒരുങ്ങാം. കർത്താവെ, ചെയ്തതും ഇനി ചെയ്യാനിരിക്കുന്നതുമായ മഹത്തായ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കും. കരങ്ങളടിക്കുക, താളത്തിൽ കരങ്ങളടിച്ച് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഈശോയെ നോക്കിക്കോട്ടെ. വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കരങ്ങളടിച്ച് ശക്തിയോടെ, വിശ്വാസത്തോടെ ഈശോയെ പ്രത്യാശയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. ആമേൻ. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. ആമേൻ. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. ഈശോയെ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ഈശോയെ, പ്രത്യാശ നൽകണമേ. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത ആമേൻ. പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. ചേർന്ന് പാടുകയും പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന്
സ്വരമുയർത്തി ഒരിക്കൽ കൂടി എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. ഈശോയെ ആരാധന 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 ആരാധന. ഈശോയെ ആരാധന 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 ആരാധന. ഈശോയെ ആരാധന 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 ആരാധന. ഈശോയെ ആരാധന 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 ആരാധന. ഈശോയെ ആരാധന. ഈശോയെ ആരാധന. ഈശോയെ ആരാധന. ഈശോയെ ആരാധന ആരാധന. ത്യാഗത്തോടെ നമുക്ക് എല്ലാവർക്കും മുട്ടിന്മേലായിരിക്കാം. ഈശോയുടെ പരിശുദ്ധ സാന്നിധ്യത്തിന് മുമ്പിൽ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ മുട്ടിന്മേലായിരിക്കുക. നമ്മളെ കണ്ടുകൊണ്ട് ഈശോ ഉണ്ട്. അവിടുത്തെ പരിശുദ്ധ ശരീരം, അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ പാപത്തിൻ്റെ എല്ലാ കറകളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്ന ഈശോയുടെ സാന്നിധ്യമാണ്. നമ്മുടെ മുന്നോട്ട് നയിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യമാണ്. പ്രത്യാശ നൽകുന്ന കർത്താവിൻ്റെ സാന്നിധ്യമാണ്. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത പ്രവൃത്തി നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യമാണ്. എല്ലാം റിന്യൂ ചെയ്യുന്ന, എല്ലാം നവീകരിക്കുന്ന, മഹത്വീകരിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യമാണ്. പാപം ഒഴിവാക്കിയ 2026, പ്രത്യാശ നിറയുന്ന 2026, വിശുദ്ധി കൊണ്ട് ലോകത്തെ തലകീഴ് മറിക്കാൻ പറ്റുന്ന 2026, സഭയെ നവീകരിക്കുന്ന 2026, സഹനങ്ങളെ അതിജീവിക്കുന്ന 2026. അതിന് നിനക്ക് കൃപ വേണ്ടത് കുഞ്ഞെ ഈശോയുടെ ശരീരവും ഈശോയുടെ രക്തത്തിലൂടെയാണ്. എന്നൊരു തീരുമാനമെടുക്കുക. നമ്മളുടനെ പരിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുമ്പോൾ 2026 അവിടുത്തെ പരിശുദ്ധ ശരീരത്താൽ, അവിടുത്തെ വിലയേറിയ തിരു രക്തത്താൽ ഞാൻ പാപത്തിൽ നിന്ന് വിമുക്തനാകും, വിമുക്തിയാകും. ഞാൻ സഹനത്തെ അതിജീവിക്കും, ഞാൻ പ്രത്യാശയോടെ ജീവിക്കും. ഈ ഒരു ബോധ്യത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി പിടിക്കാം. കർത്താവിൻ്റെ അനുഗ്രഹം, ആശീർവാദം എല്ലാം, വിശുദ്ധ കുർബാനയും എല്ലാം നമ്മൾ ഇനി ഉടനെ സ്വീകരിക്കാൻ വേണ്ടി പോവാണ്. കർത്താവെ, കുടുംബത്തിലേക്ക് കൃപയായി അങ്ങ് ഇറങ്ങി വരണമേ എന്ന് നമുക്ക് പാടി പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ഈ സാന്നിധ്യം, അവിടുത്തെ നോട്ടത്തിൻ്റെ, അവിടുത്തെ കടാക്ഷത്തിൻ്റെ ശക്തി, അഭിഷേകം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ദിവ്യകടാക്ഷം തൂവണമേ വത്സരസുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.